അഭിവന്ദ്യനായ ബിഷപ്പ് റവറൻഡ് അലക്സ് വടക്കുംതല, ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പയസ് അയറട്ടുകുളം അച്ഛൻ, മറ്റ് ആരാധ്യരായിട്ടുള്ള നമ്മുടെ പുരോഹിത ശ്രേഷ്ഠരെ, അതുപോലെ തന്നെ ജോമയുടെയും ലത്തീൻ കത്തോലിക്ക സഭയുടെയും സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വളരെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജോൺ ഓച്ചന്തുരുത്ത് മെമ്മോറിയൽ അക്കാദമി ഓഫ് ഹിസ്റ്ററി ജോമയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ചരിത്ര സിംപോസിയം, ആശീർ ഭവൻ എറണാകുളത്ത് നടക്കുന്ന ഈ ചരിത്ര സിംപോസിയം, ഇതിലേക്ക് എന്നെ ക്ഷണിച്ച അറാട്ടുകുളം അച്ഛനെയും, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ജോയ് ഗോത്തുരുത്ത് സാറിനെയും മറ്റെല്ലാ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഏറെ വൈകിപ്പോയെങ്കിൽ പോലും ഈ വളരെ നിർണായകമായ ഇന്ത്യയുടെയും കേരളത്തിൻ്റെ ഏറ്റവും നിർണായകമായ പ്രശ്നമായിട്ടുള്ള ജാതീയതയെക്കുറിച്ച് ഒരു വലിയ സംവാദം ഇവിടെ സംഘടിപ്പിച്ചതിൽ ഞാൻ ഇവരെ ഓരോരുത്തരെയും, നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്, എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ സമയപരിമിതിയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് എൻ്റെ പ്രബന്ധത്തിലേക്ക് കടക്കുകയാണ്. കേരള സമൂഹത്തിൽ ജാതീയതയുടെ രൂപം കൊള്ളലും ശക്തിപ്പെടലും ചരിത്രപരവും സൈദ്ധാന്തികവുമായ ഒരന്വേഷണം എന്നുള്ളതാണ് ശ്രീ ജോയ് സാറും അറാട്ടുകുളം അച്ഛനും കൂടി എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്ക്. അതിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എൻ്റെ പ്രബന്ധത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ കൂടി അഭിവന്ദ്യ പിതാവ് ഇവിടെ സന്നിഹിതനാണ്. ഞാൻ അദ്ദേഹത്തോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ നാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലോക മതസമ്മേളനത്തിൻ്റെ 100ാം വാർഷികവും കൂടിയാണ്. അറിയാനും അറിയിക്കാനും ആണ്, അല്ലാതെ വാദിക്കാനും ജയിക്കാനുമല്ല എന്നെഴുതി വെച്ച ആ സമ്മേളനത്തിൻ്റെ വാർഷികവും കൂടിയാണ്, 100ാം ശതാബ്ദിയും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ഒരു വാക്ക് ഉദ്ധരിക്കുകയാണ്. നാരായണ ഗുരു 20ാം നൂറ്റാണ്ടിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ജാതി മനുഷ്യനെ കെടുത്തുന്നു, അതാവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ അടിസ്ഥാന ജനതയുടെ വിമോചന പോരാട്ടത്തിൽ നിർണായകമായ സംഭാവനകൾ ചെയ്ത പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനായ ഗുരുവിൻ്റെയൊക്കെ തന്നെ കുറച്ചുകൂടി ഇളയ ഒരു സഹോദരൻ, ഒരു സമകാലികനായിരുന്ന പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ ഉപദേശിയും കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, പള്ളി നിരന്നിങ്ങ് വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കണ്ടില്ലല്ലോ എന്നൊരു പാട്ട് അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ആധുനിക ജനായത്ത ഇന്ത്യയുടെ മുഖ്യ വാസ്തുശില്പിയായിരുന്ന ഇവിടെ സൂചിതമായ ബാബാ സാഹേബ് അംബേദ്കർ ഒരിക്കൽ എഴുതിയത്, എവിടെ തിരഞ്ഞാലും വഴിവിലങ്ങുന്ന ഭീകരൻ ജാതിയാണ്. ഇന്ത്യയിലെ ഭീകരത എന്ന് പറയുന്നത് മറ്റൊരു ഭീകരതയുമല്ല, ഇവിടെ ഉണ്ടാക്കുന്ന കഥകളല്ല, അപരഭീതിയല്ല, മറിച്ച് യഥാർത്ഥ ഭീകരത എന്ന് പറയുന്നത് ജാതിയാണ്. അതാണ് ഏറ്റവും വലിയ ടെറർ ആൻഡ് ഹൊറർ എന്നാണ് അംബേദ്കർ എഴുതിയത്. മാത്രമല്ല, ഇതിനെ ഡൈനമൈറ്റ് വെച്ച് തകർക്കണം, ഇതിൻ്റെ പാഠങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. ഞാൻ അതിലേക്ക് പിന്നീട് കടക്കാം. ഇപ്പോൾ അഭിവന്ദ്യ പിതാവ് ഇവിടെ സൂചിപ്പിച്ച അപ്പദീപോ ഭവ, തമിഴകത്തും മലയാളത്തിലും ഒക്കെ അപ്പനുണ്ടാകുന്ന ബുദ്ധൻ്റെ പ്രയോഗം, പാലി ഭാഷയിലുള്ള പ്രയോഗം, ബി യുവർ ഓൺ ലൈറ്റ്, ലൈക്ക് എ ലൈറ്റഡ് ലാമ്പ് ഹോൾഡ് ഓൺ ടു ട്രൂത്ത് ആൻഡ് ബി യുവർ ഓൺ ലൈറ്റ് എന്ന് പുത്തർ പറയുകയുണ്ടായി. അപ്പോൾ ആ ബുദ്ധൻ്റെയും പിന്നീട് ബുദ്ധനെ ആ സുവിശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിച്ച മഹാനായ മൗര്യ ചക്രവർത്തി അശോകൻ്റെയും കാലമായിരുന്ന BC 6ഉം 3ഉം നൂറ്റാണ്ടുകൾ മുതൽ CE 7ഉം 8ഉം നൂറ്റാണ്ടുകൾ വരെ ജൈനവും ബൗദ്ധവും അജീവകവും ജൂതവും ക്രൈസ്തവവും പിന്നീട് ഇസ്ലാമികവും ഏതാണ്ട് പ്രവാചകൻ്റെ കാലത്തെ തുടർന്ന് തന്നെ നമ്മുടെ ചേരമാൻ പള്ളി സൂചിപ്പിക്കുന്നത് പോലെ
7-8 നൂറ്റാണ്ടുകളിൽ സ്ഥാപിതമായ പള്ളികളടക്കം ഇസ്ലാമികവുമൊക്കെ ആയിരുന്ന, ഭാഷാപരവും സാംസ്കാരികവുമായി ദ്രാവിഡമായിരുന്ന കേരളത്തെ ജാതിയുടെ മതമായ ഹൈന്ദവ ബ്രാഹ്മണിക വൈദിക വർണ്ണാശ്രമ ധർമ്മമാണ് ജാതിയുടെ സ്വരാജ്യമാക്കി മാറ്റിയത്. ഏതാണ്ട് 7-8 നൂറ്റാണ്ടുകളോടുകൂടിയാണ് അത് തുടങ്ങിയത്. ഏതാണ്ട് 16-ാം നൂറ്റാണ്ടോടുകൂടി ആ ഹൈന്ദവ പരിപാടി ഏതാണ്ട് സ്ഥാപിതമായി പരിപൂർത്തീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സനാതന ധർമ്മമെന്ന് വാഴ്ത്തപ്പെടുന്ന ഈ വർണ്ണാശ്രമ അധർമ്മമാണ് കേരളത്തെ ജാതിയുടെ സനാതന രാജ്യമാക്കിയത്. 8-ാം നൂറ്റാണ്ട് മുതൽ ചാതുർവർണ്ണ്യവും ജാതി വ്യവസ്ഥിതിയും സ്ഥാപിക്കുന്ന കാലം മുതലാണ് കേരളത്തിലും ജാതീയത രൂപം കൊള്ളുന്നത്. ജാതി എന്ന പദം തന്നെ ദ്രാവിഡമല്ല, അത് സംസ്കൃതത്തിൽ നിന്നുള്ളതാണ്. ജാതീയത രൂപം കൊള്ളുന്നത് അതിന് മുമ്പുള്ള തമിഴക സംഘകാലത്ത് ജാതിയും മതവും വംശീയതയും വർണ്ണവെറിയും സാഹിത്യ സാംസ്കാരിക തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ആഴത്തിൽ ആണ്ടിറങ്ങിയിരുന്നില്ല. ജാതിയും വർണ്ണവും വൈദിക സംസ്കൃത പദങ്ങളാണ്. പ്രാചീന തമിഴകത്തിൻ ഭാഗമായിരുന്ന ചേരനാടായിരുന്ന കേരളത്തിൽ വൈദികവും വർണ്ണാശ്രമധർമ്മപരവുമായ ചാതുർവർണ്ണ്യ പദ്ധതി മനുസ്മൃതി അടക്കമുള്ള സ്മൃതിശ്രുതി പുരാണങ്ങളിലൂടെ നാട്ടുനടപ്പാക്കിയെടുത്താണ് തൊട്ടുകൂടായ്മയും തീണ്ടലും തൊടിയിലും മരുമക്കത്തായവും സംബന്ധവും ശൂദ്രായ്മകളും ക്ഷത്രിയ സാമന്ത പദവികളുമെല്ലാം ബ്രാഹ്മണിക പൗരോഹിത്യ ആൺകോയ്മ, ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി എന്ന് ഇന്ന് ഫെമിനിസ്റ്റുകൾ വിളിക്കുന്ന ആ ബ്രാഹ്മണിക പൗരോഹിത്യ ആൺകോയ്മ പടയാളി ആണത്തങ്ങളുമായി നടത്തിയ സംബന്ധ സമവായങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ നടപ്പാക്കിയതെന്നാണ് കേരള ചരിത്ര രചയിതാക്കളായ ഇളംകുളവും PK ഗോപാലകൃഷ്ണനും ദലിത് ചരിത്രകാരന്മാരായിരുന്ന ചെന്താരശ്ശേരിയും KK കൊച്ചും പ്രാദേശിക ചരിത്രങ്ങളുടെ രചയിതാക്കളായ ദലിത് ബന്ധു NK ജോസും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നാം ശിരസ് നമിക്കുന്നു, നമ്മുടെ ആദരവണക്കം രേഖപ്പെടുത്തുന്നു. ദലിത് ബന്ധു NK ജോസും അതുപോലെ VVK കൊച്ചിയിലെ VVK വാലത്തുമെല്ലാം പ്രാദേശിക ചരിത്രങ്ങളിലൂടെ അവർ വിശദീകരിച്ചിട്ടുള്ളതാണ്. PK ബാലകൃഷ്ണനും ബ്രാഹ്മണികവും ക്ഷുദ്രവുമായ ജാതി ഹിന്ദു വ്യവസ്ഥിതിയെ പ്രശ്നവൽക്കരിച്ച് വിമർശിക്കുകയുണ്ടായി. ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രവും എന്ന പുസ്തകത്തിലൂടെ വിദേശ പഠിതാക്കളായ റോബിൻ ജെഫ്രി മുതൽ എല്ലാ വിദേശ പണ്ഡിതരും ചരിത്രകാരന്മാരും, റോബിൻ ജെഫ്രി അടക്കമുള്ളവർ, ഒസല്ലമാർ വരെ, കാരലിൻ ആൻഡ് ഫിലിപ്പോ ഒസല്ല വരെ, സവർണാധീശ രൂപമായ നമ്പൂതിരി നായന്മാരുടെ അധീശത്വത്തെ, ഹൈന്ദവ അധീശത്വത്തെ വിമർശിക്കുന്ന ചരിത്ര രചനകളാണ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വദേശികളും വിദേശികളും പ്രാദേശിക ചരിത്രകാരന്മാരും എല്ലാം ഒന്നടങ്കം ഈ ബ്രാഹ്മണിക ആൺകോയ്മയുടെ വർണ്ണാശ്രമ പദ്ധതിയെ അഥവാ ജാതി വ്യവസ്ഥിതിയെ വിശുദ്ധ പിതാവ് ഇവിടെ പറഞ്ഞതുപോലെ ഗാന്ധിജി പോലും വിശുദ്ധം എന്ന് പറഞ്ഞ് ഗുരു 25 പറഞ്ഞു കൊടുത്തതാണ്. ഇതിൻ്റെ സത്ത മനുഷ്യയാണ്, മനുഷ്യത്വം ജാതി, ഇതിൻ്റെ സത്ത ഒന്നാണ്. മാവിൻ്റെ ഇലകൾ വ്യത്യസ്തമാണ്, പക്ഷേ അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ഒന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായില്ല. 36-ലാണ് അദ്ദേഹം പോയിട്ട് വർണ്ണാശ്രമധർമ്മം എന്ന പുസ്തകം ആ സബർമതിയിലെ പ്രസ്സിൽ നിന്ന് അടിച്ച് വിറ്റ് ഇറക്കിക്കളഞ്ഞു. ജാതിയുടെ ഉത്ഭവത്തെയും സ്ഥാപനവൽക്കരണത്തെയും കുറിച്ച് നിരവധി സാമൂഹ്യശാസ്ത്രപരവും ചരിത്രപരവുമായ സൈദ്ധാന്തിക സമീക്ഷകളുണ്ടായി. ലൂയി ദുമോങ്, ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ലൂയി ദുമോങ്, അതുപോലെ തന്നെ സൂസൻ ബെയ്ലി, നിക്കോളാസ് ഡേർക്ക്, MN ശ്രീനിവാസ്, ഇവരൊക്കെ തന്നെ ജാതിയെക്കുറിച്ചുള്ള വിവിധ സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾ, സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു. പക്ഷേ അംബേദ്കറുടെ സിദ്ധാന്തമാണ് ഇതിലേറ്റവും യുക്തിയുക്തവും സത്യനീതിബദ്ധവുമായിട്ടുള്ളത്. ഇപ്പോഴും നിലനിൽക്കുന്ന, ഇപ്പോഴും യുക്തിയുക്തമായി ബഹുജനങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തം ബാബാ സാഹേബ് ആവിഷ്കരിച്ചതാണ്. ഹൂ ആർ ദി അൺടച്ചബിൾസ്, ഹൂ ആർ ദ ശൂദ്രാസ് ആൻഡ് ഹൗ ദേ ബിക്കെയിം സോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ പുസ്തകങ്ങളാണ് ഇതിലേറ്റവും. ഹൂ ആർ ദ തൊട്ടുകൂടാത്തവർ ആരായിരുന്നു, അവരെങ്ങനെയായി 46 എഴുതിയ പുസ്തകമാണ്. ജാതി മതപീഡനവും കൂടിയാണെന്നതാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ജാതി എന്ന് പറയുന്നത് കേവലം ഒരു സാമൂഹ്യ വിഭജനമല്ല, അത് മതപീഡനത്തിൻ്റെ രൂക്ഷമായ തലം അതിനകത്ത് ഉണ്ട്. ബ്രാഹ്മണിക സനാതന ധർമ്മം
ബുദ്ധിസത്തോട് ചെയ്ത ശിക്ഷയാണതെന്നാണ് അംബേദ്കർ വിശദീകരിച്ചത്. ബ്രാഹ്മണ്യത്തിന് വഴങ്ങാത്ത ബഹുജനങ്ങളെ തൊട്ടുകൂടാത്തവരാക്കി തകർത്തു, അവരെ തകർക്കപ്പെട്ട ജനതയാക്കി മാറ്റി, തൊട്ടുകൂടാത്തവരാക്കി പീഡിപ്പിച്ചു. അപ്പോൾ ജാതിക്ക് മതപീഡനത്തിൻ്റെ വലിയ തലവും കൂടി ഉണ്ട് എന്നുള്ള സിദ്ധാന്തം അംബേദ്കറുടേതാണ്. 46 എഴുതി പ്രസിദ്ധീകരിച്ച ഹൂ ദ അൺടച്ചബിൾസിലാണ് അതുള്ളത്. അതാണ് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും യുക്തിയുക്തവും സാമൂഹ്യ ചരിത്രബദ്ധവുമായ നീതിയുക്തമായ ജാതിയെക്കുറിച്ചുള്ള സിദ്ധാന്തം എന്ന് പറയുന്നതിൽ ബാബാ സാഹേബിൻ്റെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ട്. 46 അവസാനത്തിൽ തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തെ ഭാവിയുടെ ബുദ്ധനായി പ്രഖ്യാപിച്ചത്, നവബുദ്ധനായി പ്രഖ്യാപിച്ചത്. ജാതിഭാരതം എന്ന കവിതയിലാണ് അംബേദ്കർ എന്ന തന്നാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തഴും ഭാവി ഭാരതം എന്ന് ബാബാ സാഹേബ് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് വന്ന നിമിഷത്തിൽ തന്നെ സഹോദരൻ ലോകത്താദ്യമായി, ഇന്ത്യയിലാദ്യമായി, കേരള ഭാഷയിലാദ്യമായി അംബേദ്കറെ തുറന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് കേരളത്തിൽ അവതരിപ്പിച്ച സഹോദരനാണ് ഇതിനെക്കുറിച്ച് നമുക്ക് സൂചന തന്നിട്ടുള്ളത്. അപ്പോൾ ജാതി മതപീഡനവും കൂടിയാണെന്നുള്ളതാണ് അംബേദ്കറുടെ സിദ്ധാന്തം. സഹോദരനും അതുപോലെ പിന്നീട് വന്ന ഡോക്ടർ കെ സുഗതൻ അടക്കമുള്ള വർത്തമാനകാലത്ത് കേരളത്തിലെ ജാതി വ്യവസ്ഥിതിയെക്കുറിച്ചും ബുദ്ധിസത്തിൻ്റെ തകർക്കലിനെക്കുറിച്ചും പഠിച്ചിട്ടുള്ള ഡോക്ടർ കെ സുഗതൻ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് ജാതിയുടെ മതവുമായിട്ടുള്ള ബന്ധം. ബ്രാഹ്മണ മതം സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി ബൗദ്ധരായ പ്രബുദ്ധ ജനതയാണ്, ബഹുജനങ്ങളെയാണ് ഈ രീതിയിൽ പീഡിപ്പിച്ചത് എന്നുള്ളതാണ്. ബ്രാഹ്മണിക സനാതനധർമ്മം ബുദ്ധിസത്തോട് ചെയ്ത ശിക്ഷയാണ് ജാതി എന്നുള്ളതാണ് അംബേദ്കർ വിശദീകരിച്ചത്. ബ്രാഹ്മണിക പൗരോഹിത്യ അൺഗോയ്മയ്ക്കും വർണ്ണാശ്രമ ധർമ്മ ജാതി വ്യവസ്ഥയ്ക്കും വഴങ്ങാതിരുന്ന ബൗദ്ധ ബഹുജനങ്ങളെ ബ്രാഹ്മണിക പൗരോഹിത്യം തൊട്ടുകൂടായ്മയിലൂടെയും തീണ്ടലിലൂടെയും ശിക്ഷിച്ചെന്നും അതാണ് ജാതിയുടെ കാരണമായ മതസാമൂഹ്യ വ്യവസ്ഥ ഉണ്ടാക്കിയതെന്നുമാണ് അംബേദ്കറുടെ സിദ്ധാന്തം. കേരളത്തിൽ ബുദ്ധമതത്തെ ബ്രാഹ്മണിസം തകർത്തതും ജാതി വ്യവസ്ഥ സ്ഥാപിച്ചതും വിശദമായി പഠിച്ച് പുസ്തകമെഴുതിയ കെ സുഗതനും ജാതി ബ്രാഹ്മണമതം അടിച്ചേൽപ്പിച്ച ഒരു മതഹിംസയാണെന്ന സിദ്ധാന്തം കൂടുതൽ പ്രാദേശികമായി കേരള തലത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബുദ്ധമതവും ജാതി വ്യവസ്ഥതയും എന്ന പുസ്തകത്തിൽ അത് വിശദീകരിക്കും. ലേഖകൻ പുത്തൻ കേരളം, ബുദ്ധിസം ആൻഡ് കേരള, കേരള നവോത്ഥാനം, പുതുവായനകൾ തുടങ്ങിയ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതും ബുദ്ധിസവും ബ്രാഹ്മണിസവും തമ്മിലുണ്ടായ ചരിത്ര സംഘർഷങ്ങളിലൂടെ ബ്രാഹ്മണിക വർണ്ണാശ്രമം സ്ഥാപിക്കുന്ന ജാതിയെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. എൻ്റെ തന്നെ പുസ്തകങ്ങളിൽ അത് കാണാവുന്നതാണ്. ഇനി ജാതിയുടെ പദമൂലങ്ങളും നിഷ്പത്തികളും ഭേദങ്ങളും, അതിൻ്റെ ഒരു എറ്റിമോളജി, കാസ്റ്റിൻ്റെ എറ്റിമോളജി ശരിക്കും പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് അത് വന്നിട്ടുള്ളത്, കാസ്റ്റ് എന്ന പ്രയോഗം. പക്ഷേ ഇവിടെ പറയുന്ന ജാതി, അതിനെക്കുറിച്ചാണ് നാം അന്വേഷിക്കുക. ഭാഷാമൂലമായ പ്രാകൃതങ്ങളിൽ, അടിസ്ഥാന ജനതയുടെ ജനഭാഷയായ പ്രാകൃതങ്ങളിൽ ഏറ്റവും പ്രാചീനവും പ്രകൃതി സഹവുമാണ്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതം എന്ന അർത്ഥത്തിലല്ല, പ്രകൃതിജന്യം, പ്രകൃതി സഹം, മനുഷ്യന് സ്വാഭാവികമായിട്ടുള്ള സംസാര ഭാഷകൾ എന്ന രീതിയിലാണ് പ്രാകൃതങ്ങൾ എന്ന ഭാഷകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അവയാണ് ഏറ്റവും പ്രാചീനം. അതിൽ നിന്ന് സംസ്കരിച്ചുണ്ടാക്കുന്നതാണ് സംസ്കരം, ഈ സംസ്കൃതം എന്ന് പറയുന്നത്. അത് ആദ്യം പ്രാകൃതവും അതിൽ നിന്ന് മാത്രമേ സംസ്കരിച്ചെടുക്കാൻ പറ്റൂ, അല്ലാതെ തിരിച്ചല്ല. സവർണ ഹൈന്ദവ ദേശീയത പ്രചരിപ്പിക്കുന്നത് പോലെ സംസ്കൃതത്തിൻ്റെ അപഭ്രംശങ്ങളല്ല പ്രാകൃതങ്ങൾ, മറിച്ച് പ്രാകൃതത്തിൽ നിന്ന് വരേണ്യ പൗരോഹിത്യ അൺഗോയ്മയും പാണ്ഡിത്യവും കൂടി കൃത്രിമമായി പരിഷ്കരിച്ചുണ്ടാക്കുകയും പിന്നീട് ജനങ്ങൾക്ക് ആ വിജ്ഞാനത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ അറിവധികാര കുത്തകയുടെയും കൂടി ഭാഗമാണ്. ഭാഷാമൂലമായ പ്രാകൃത ഭാഷകളിൽ മാനവികമായ ജന്മത്തെയാണ് ഈ പറയുന്ന ജാതി എന്ന് ഉള്ള പദം സൂചിപ്പിക്കുന്നത്. അവിടെയുണ്ട്, പാലിയിലുണ്ട്, പ്രാകൃത ഭാഷകളിലുണ്ട് ജാതി. പക്ഷെ അവിടെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവികളുടെ ജന്മരീതി എന്ന രീതിയാണ്.
ഗുരു ജാതി മീമാംസയിൽ നിർണയിച്ച പോലെ ജാതി സൂചിപ്പിക്കുന്നത് ആ ജന്മത്തെയാണ്, മനുഷ്യരുടെ ജന്മം. അങ്ങനെയാണ് മനുഷ്യാണം, മനുഷ്യത്വം, ജാതി. ഒറ്റ ജാതിക്കാരാണ് മനുഷ്യർ, കാരണം ഒരേ ജന്മരീതിയാണ്. അപ്പോൾ ജന്മരീതിയാണത് പ്രാകൃത മൂലങ്ങളിൽ. ജന്മവും കത്തിനും അതിൻ്റെ മൂലശബ്ദ രൂപങ്ങളാണ്. സ്ത്രീകളുടെ യോനിയിലൂടെ ഒരാകാരത്തിൽ ഒരു ഭേദവുമില്ലാതെ മനുഷ്യരെല്ലാം ജനിക്കുന്നതിനാൽ അവരുടെ ജാതി ഒന്നാണ്, അത് മനുഷ്യത്വമാണെന്ന് ഗുരു എഴുതി. ജാതി മീമാംസ, ജാതി ലക്ഷണം, ജാതി നിർണയം എന്നീ കവിതകളിലൂടെ ബുദ്ധനും ക്രിസ്തുവും പ്രവാചകനും തീർത്ഥങ്കരന്മാരും സിഖ് ഗുരുക്കന്മാരും എല്ലാം മനുഷ്യരുടെ ഈ ഏകത്വത്തെ ഊന്നിയവരാണ്. എന്നാൽ കുലീനവും വരേണ്യവുമായ ഭാഷകൾ, പ്രത്യേകിച്ചും സംസ്കൃതം എന്ന് പറയുന്ന വൈദികമായ സംസ്കൃത ഭാഷയിൽ, ഛന്ദസ്സിൽ, ഭാഷകളിൽ അതിന് ജന്മമഹത്വവുമായി സംബന്ധ സൂചനകളുണ്ട്. വരേണ്യവൽക്കരിക്കുമ്പോഴാണ്, സംസ്കൃതീകരിക്കുമ്പോഴാണ് അതിന് വരേണ്യതയുടെ, സംസ്കാര വരേണ്യതയുടെ സൂചനാബന്ധങ്ങൾ ഉണ്ടാകുന്നു. സംസ്കൃത പദനിഷ്പത്തിയിൽ ജായതേ ഇതി ജാതി എന്നാണല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാത്യാലുള്ളതാണ് ജാതി. അപ്പോൾ അതിന് ജന്മവരണ്യതയുമായി കൂടി കുലീനതയുമായും കൂടി അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു എറ്റിമോളജിക്കൽ തലം സംസ്കൃത ഭാഷയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. മലയാളത്തിൻ്റെ ലോകബോധത്തിൽ ജാത്യാലുള്ളത് തൂത്താൽ മാറുകയില്ല എന്നാണല്ലോ ഇവിടുത്തെ പഴമൊഴി. 16-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് എഴുത്തച്ഛൻ ഭാഷാപിതാവും 16-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായൊരു ഭാഷയാണ്. സംസ്കൃതത്തിൽ ജന്മനായുള്ള പാരമ്പര്യവും പൈതൃകവും ജന്മഗുണവുമായി നിൽക്കുമ്പോൾ പാലിയിലും പ്രാകൃതത്തിലും അത് മനുഷ്യജന്മമെന്ന, അല്ലെങ്കിൽ ജീവികളുടെ ജന്മമെന്ന, പുണർന്ന് പിറന്നതെല്ലാം ഒരിനം എന്ന് ഗുരു പറയുന്ന തരത്തിലുള്ളൊരു സ്പീഷീസാണ്. മനുഷ്യജന്മമെന്ന ജൈവ പ്രക്രിയയും ശ്രേണീകൃതമല്ലാത്ത ഭൗതിക യാഥാർത്ഥ്യവുമാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും പ്രഹേളികയുമാണ് ഈ ജാതി. ജാതിയുടെ നഗരത്തിൽ അമരാത്തവർ കുറവാണ്. വിശുദ്ധ പിതാവ് ഇവിടെ സൂചിപ്പിച്ച ഏകലവ്യൻ മുതൽ വിനോദ് കാംബ്ലി മുതൽ രോഹിത് വെമുല അടക്കമുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ കെവിൻ ജോസഫ് അടക്കമുള്ളവർ, അടുത്ത കാലത്ത് ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആത്മഹത്യ വരെ ചെയ്തു. ഏതോ തൊട്ടുകൂടാത്തവൻ എന്ന് പറയുന്ന ആളുമായിട്ട് അവരുടെ പെൺകുട്ടി പുറത്തേക്ക് പോയത് മാത്രമേ ഉള്ളൂ. കല്യാണം പോലും കഴിച്ചിട്ടില്ല, പ്രേമബന്ധം പോലും ആയിട്ടില്ല. അവരൊന്നിച്ച് പുറത്തേക്ക് പോയി. ഉടനെ മാതാപിതാക്കൾ, കേരളത്തിലെ ആ കുലീനരായിട്ടുള്ള മലയാളി കുലീനർ സ്വയം ആത്മാഹുതിയിലേക്ക്, നമ്മുടെ മണ്ഡലവിരുദ്ധ സമരത്തിൽ ഗോസ്വാമി കാണിച്ചതുപോലെ സ്വയം ആത്മാഹുതിയിലേക്കാണ് അവരെത്തുന്നു. പറഞ്ഞാൽ മറ്റുള്ളവരെ നശിപ്പിക്കുക മാത്രമല്ല, സ്വയം കൊല്ലുകയും കൂടി ചെയ്യുന്ന ഏറ്റവും വലിയ ഭീകരതയായി, അംബേദ്കർ പറഞ്ഞതുപോലെ ഒരു ഭീകരതയായി ജാതി അനുദിന യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. ജാതിയുടെ നഗരത്തിൽ അമരാത്തവർ കുറവാണ്. ഇന്ത്യയിലെ എല്ലാ വിമോചന പോരാളികളും ജാതിക്കെതിരെ പ്രവർത്തിച്ചവരാണ്. ബുദ്ധൻ അടക്കം ഇവിടെ സൂചിതമാവുകയുണ്ടായി. അതിൽ ബുദ്ധനും തീർത്ഥങ്കരന്മാരും കപിലരും ചാർവാകരും പാശ്ചാത്യ ക്രൈസ്തവ മിഷണറിമാരും ഇസ്ലാമിക പോരാളികളും സൂഫികളും സിഖ് ഗുരുക്കന്മാരും, പക്ഷേ ഇപ്പോഴും റായിദാസിനെ അവർ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. ഗുരുഗ്രന്ഥ സാഹിബിൽ രവിദാസിൻ്റെ അല്ലെങ്കിൽ റായിദാസിൻ്റെ പദ്യങ്ങളുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സമുദായത്തെ, ദലിത സമുദായത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഇന്നും സിഖിസത്തിന് കഴിഞ്ഞിട്ടില്ല. ക്രൈസ്തവീയതയിലും ഇസ്ലാമിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ദളിത് ബഹുജൻ സിഖുകളുടെ ഒരു പ്രശ്നം ഇന്നും നിലനിൽക്കുകയാണ്. കപിലരും അവരൊക്കെ തന്നെ, നാണുഗുരുവും അയോധ്യദാസ പണ്ഡിതരും തമിഴകത്ത് യഥാർത്ഥ ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരനായ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സാക്യ ബുദ്ധിസ്റ്റ് സൊസൈറ്റി സ്ഥാപിച്ച അയോധ്യദാസ പണ്ഡിതരവർകളും സഹോദരൻ അയ്യപ്പനും മഹാത്മാ അയ്യങ്കാളിയും പൊയ്കയിൽ അപ്പച്ചനും എല്ലാം ഉൾപ്പെടുന്നു ഈ ജാതി വിരുദ്ധ പോരാട്ടത്തിൽ. ജാതി നശിപ്പിക്കേണ്ടതാണെന്നതിൽ നമുക്ക് സംശയമില്ല. പിതാവ് ഇവിടെ പറഞ്ഞു. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം, പക്ഷെ ഉണ്ട് താനും. എന്നാൽ അതിനെ വ്യക്തമായി തിരിച്ചറിയുകയും നിർണയിക്കുകയും അതിൻ്റെ ചരിത്രവംശാവലികളെ വിശകലനം ചെയ്യുകയും അതിൻ്റെ കിരാത വാഴ്ചയ്ക്ക് സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പരിഹാരമാർഗങ്ങൾ രൂപീകരിച്ചും അവ നടപ്പാക്കിയും
ഫലമുറപ്പാക്കി മാത്രമേ ക്രമേണ അതിൻ്റെ ഉന്മൂലനത്തിലേക്ക് കടക്കാനാവൂ. കാരണം ഈ വേദകാലം എന്ന് അവകാശപ്പെടുന്ന ഏതാണ്ട് BC 1500 തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ചുരുങ്ങിയത് 3500 വർഷം വടക്കേ ഇന്ത്യയിലും കേരളത്തെ സംബന്ധിച്ച് 8-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 1200 വർഷത്തോളം ഉള്ള ജാതിയുടെ ഭീകരത, വർണ്ണാശ്രമത്തിൻ്റെ മനുസ്മൃതിയുടെ വാഴ്ച ഇവിടെ നിൽക്കുന്നത് കൊണ്ട്, സഹോദരനൊക്കെ സൂചിപ്പിച്ചതുപോലെ മനുസ്മൃതിയായിരുന്നല്ലോ ഇവിടുത്തെ ഭരണഘടന. ഈ ബാബാ സാഹിബിൻ്റെ 50-ൽ മാത്രമാണ് അത് വന്ന് 57-ൽ 58-ൽ തന്നെ അതിന് ഓട്ടയിടുന്ന സാമ്പത്തിക നിർണയനവാദം വരികയും അത് ആ പ്രഭൃതികളൊക്കെ മരണപ്പെട്ടു പോയെങ്കിലും 2018-ൽ ശബരിമലയിൽ അരങ്ങേറിയ സുപ്രീം കോടതിയുടെ ലിംഗനീതിക്ക് വേണ്ടിയുള്ള ഐകകണ്ഠ്യേനയുള്ള വിധിക്കെതിരായി നടന്ന ആ ശൂദ്രലഹളയിലൂടെ നമ്മുടെ പ്രിയങ്കരനായ ദളിത് ബന്ധു NK ജോസ് 2019-ൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ ടൈറ്റിലാണ് ശൂദ്രലഹള എന്ന് പറയുന്നത്. അപ്പോൾ ആ ശൂദ്രലഹളയിലൂടെ അത് അട്ടിമറിക്കപ്പെടുകയാണ്. സവർണരുടെ, അതായത് മുന്നാക്കക്കാരുടെ എന്ന് പറഞ്ഞാൽ അമിത പ്രാതിനിധ്യമുള്ളവരുടെ, ഭരണഘടനാപരമായി മുന്നാക്കം എന്ന് പറഞ്ഞാൽ അമിത പ്രാതിനിധ്യത്തിലിരിക്കുക എന്നുള്ളതാണ്. തങ്ങളുടെ ജനസംഖ്യയുടെ ആനുപാതിക ശതമാനത്തെക്കാളും മുൻപിലായിട്ട് കടന്നു നിൽക്കുക, അമിതമായി കയറിക്കൂടി നിൽക്കുക. ഇപ്പോൾ സ്ത്രീകൾ പറയുന്നത് പോലെ പുരുഷന്മാരിതൊക്കെ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞതുപോലെ അവരുടെ ന്യായമായ സീറ്റുകൾ 33 നോമിനലാണ്, 52 വേണ്ടത്, 33 നോമിനലായി കൊടുക്കുന്നു. അഭിവന്ദ്യ ബിഷപ്പ് ഇവിടെ സൂചിപ്പിച്ചു. പക്ഷെ അതുപോലും പുരുഷന്മാർ കയ്യേറി വെച്ചിരിക്കുകയാണ് എന്നാണല്ലോ ഇപ്പോഴത്തെ സ്ത്രീകളുടെ പ്രാതിനിധ്യവാദം പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ അമിത പ്രാതിനിധ്യത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീണ്ടും ഭരണഘടനാ വിരുദ്ധമായ യുക്തിചിന്തയ്ക്കും നീതിക്കും നിരക്കാത്ത ആ സാമ്പത്തിക മാനദണ്ഡം പറഞ്ഞുകൊണ്ട് അവർക്ക് വീണ്ടും കൊടുക്കുന്ന, എല്ലാത്തിനെയും ദേവസ്വം ബോർഡാക്കുന്ന ആ പരിപാടിയിലൂടെ അതും അട്ടിമറിച്ചിരിക്കുകയാണ്. പിന്നീട് NEP-യുടെ പ്രശ്നം, അതിലേക്കൊന്നും കടക്കാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് ചുരുക്കുകയാണ്. അപ്പോൾ ജാതിയുടെ ചരിത്രത്തെ മാത്രമല്ല വർത്തമാനത്തെയും സമീപഭാവിയെയും കൂടി വിമർശബോധത്തോടെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അതിൻ്റെ മനുഷ്യവിരുദ്ധവും നീതിവിരുദ്ധവും കിരാതവുമായ നടുനായകത്വത്തെയും അധീശത്വത്തെയും അപധർമ്മിക്കാനും ചെറുക്കാനും ഇല്ലാതാക്കാനും ആവൂ. നൈതികവും അക്കാദമികവും സാമൂഹ്യോന്മുഖവുമായ വിമർശ പഠനവും വിമർശപ്രയോഗവും വിമോചനാവേഗവും ആവശ്യപ്പെടുന്ന നിർണായകമായ സാമൂഹ്യ പ്രശ്നവും വെല്ലുവിളിയുമാണ്. സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സമഗ്ര മേഖലകളിലും ജാതിയെക്കുറിച്ചുള്ള വിമർശ പഠനങ്ങൾ അനിവാര്യവും പ്രാഥമികവുമാണ്. അപ്പോൾ ക്രിറ്റിക്കൽ കാസ്റ്റ് സ്റ്റഡീസ്, ക്രിറ്റിക്കൽ കാസ്റ്റ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ്, ക്രിറ്റിക്കൽ ഇൻ്റർസെക്ഷനാലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത് നമ്മുടെ അനുദിന വിദ്യാഭ്യാസത്തിൻ്റെ, ഔപചാരിക മാത്രമല്ല ബഹുജന വിദ്യാഭ്യാസത്തിൻ്റെയും വയോജന വിദ്യാഭ്യാസത്തിൻ്റെയും ജീവിത വിദ്യാഭ്യാസത്തിൻ്റെയും സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഭാഗം ആക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് പോംവഴി. നമ്മുടെ ഭരണഘടനയും ബാബാ സാഹേബ് മുതലുള്ള നരണഗുരു വരെയുള്ള, അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ വരെയുള്ള, പൊയ്കൽ അപ്പച്ചൻ വരെയുള്ള ജാതിവിരുദ്ധ പോരാളികളുടെ പാഠങ്ങൾ നമ്മുടെ പാഠ്യപദ്ധതിയിൽ മാത്രമല്ല നമ്മുടെ മാധ്യമ അക്കാദമിക സംവാദങ്ങളിലും സാമൂഹ്യ ചർച്ചകളിലുമെല്ലാം, നമ്മുടെ പള്ളികളിലും ആരാധനാലയങ്ങളിലും നമ്മുടെ സാമുദായിക മീറ്റിങ്ങുകളിലും എല്ലാം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നിരന്തരമായി നടക്കേണ്ടത്. ജാതിയെക്കുറിച്ചുള്ള മൗനവും ദമനവും, ജാതിയെ കേവലം ഭൂതകാലത്തിൻ്റെ പ്രശ്നമായി മാത്രം വ്യവഹരിക്കുകയും വർത്തമാനകാലത്തിൽ പ്രവർത്തിക്കുന്ന ജാതിയെ എളുപ്പത്തിൽ മറികടക്കുകയും ചെയ്യുന്നതാണ് കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന സാമാന്യബോധം, കോമൺ സെൻസ് എന്ന് പറയുന്നത് അതാണ്. ജാതിയെക്കുറിച്ചുള്ള മൗനവും ദമനവുമാണ് കേരള സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം. അധീശ പൊതുബോധമായ ജാതി ഹിന്ദു സാമാന്യബോധത്തിൻ്റെ നിർമ്മിതിയും പ്രതിഫലനവും പ്രഭാവവുമാണ് ജാതിയുടെ വർത്തമാന ചരിത്രത്തെക്കുറിച്ചുള്ള കുൽസിതവും കുടിലവും ദമിതവുമായ മൗനവും ഉപേക്ഷയും. വർത്തമാനത്തിലെ ജാതിയെക്കുറിച്ചുള്ള ഏത് ചർച്ചയും ആശയവിനിമയവും അശ്ലീലവും മോശവും അപലപനീയവും ജുഗുപ്സാവഹവും അസത്യവുമായി വ്യവഹരിക്കുന്ന അധീശ ജാതു ഹിന്ദു പൊതുബോധം ഇവിടെ പ്രബലമാണ്. ജാതിയെപ്പോലെ തന്നെ രൂഢമൂലമാണ് അത്. ജാതിയുടെ വിവേചനത്തെയും അനീതിയെയും അസമത്വത്തെയും കുറിച്ച് പറയുന്നത് തന്നെ അധികപ്പറ്റും അത്യാരോപവുമാണെന്ന മട്ടിലുള്ള ഒരു ആശയവ്യവഹാര നിയമപാലനം തന്നെ മാധ്യമ അക്കാദമിക മേഖലകളിൽ നിലനിൽക്കുന്നു.
മാധ്യമ അക്കാദമിക രംഗത്തെ സവർണ സമവായത്തെയും ജാതി ഹിന്ദു തൽസ്ഥിതിയെയും, സ്റ്റാറ്റസ്കോ എന്ന് പറയുന്ന തൽസ്ഥിതിയെയും നിലനിർത്താനാണ് ജാതി വിരുദ്ധമായ ഇത്തരം വിമർശബോധങ്ങളെ വെട്ടിത്തള്ളുന്നത് എന്നും വ്യക്തമാണ്. മതേതര ജനായത്ത കാലത്തും ഇതാ ജാതി പറയുന്നു എന്ന ലളിതയുക്തിയിലൂടെയാണ് അധീശ കേന്ദ്രങ്ങളും സവർണ തൽസ്ഥിതി സമവായങ്ങളും ജാതിയെക്കുറിച്ചുള്ള ചർച്ചകളെയും തടയുന്നത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭ്യമായ 1947 ജാതി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടെന്നും സാമൂഹ്യ നീതിയിൽ ജാതിയെക്കുറിച്ചുള്ളതെല്ലാം പരിഹരിക്കപ്പെട്ടെന്നും സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ യാതൊരു വിധത്തിലുള്ള പുതിയ എഴുത്തുകളും ചർച്ചകളും സംവാദങ്ങളും ആവശ്യമില്ല എന്ന തരത്തിലാണ് നമ്മുടെ ഒരു പൊതുബോധം, ഒരു സവർണ അധീശ പൊതുബോധം, ജാതി ഹിന്ദു കോമൺ സെൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അതിനെ ഭേദിക്കാതെ നമുക്ക് രക്ഷയില്ല. വിമർശ ബോധത്തിലൂടെ അതുപോലെ മറ്റൊരു വ്യവഹാരം ജാതിയുടെ ആനുകൂല്യം പറ്റുകയാണ്. സാമുദായിക സംവരണം എന്ന് പറയുന്നത് ജാതിയുടെ ആനുകൂല്യമാണ് എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സാമ്പത്തിക സംവരണം എന്താണ്? സമ്പത്തിൻ്റെ ആനുകൂല്യമാണോ? അപ്പോൾ ഈ രീതിയിൽ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശത്തെ ആണ് ഇവിടെ റദ്ദ് ചെയ്യുന്നത്. ജനായത്ത സാക്ഷരതയുടെ, സാമൂഹ്യ രാഷ്ട്രീയ ഭരണഘടനാ സാക്ഷരതയുടെ ഇല്ലായ്മയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിലേക്കായിരിക്കണം നമ്മുടെ പ്രവർത്തനം. അതുകൊണ്ടാണ് നമുക്ക് ഭരണഘടന തന്നെയാണ്, ഭരണഘടനയുടെ പ്രത്യേകിച്ചും അതിൻ്റെ ആമുഖവും അതിൻ്റെ 1, 2, 3 ചാപ്റ്ററായിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മുടെ മൗലികാവകാശങ്ങളിലാണ് പ്രാതിനിധ്യാവകാശം. എല്ലാ സമുദായങ്ങളുടെയും മതിയായ പര്യാപ്തമായ പ്രാതിനിധ്യം എന്ന അവകാശമായിട്ടാണ്, മൗലികാവകാശത്തിലാണ് എന്ന കാര്യം പ്രത്യേകം ഭരണഘടനാ സെമിനാറുകളിലൂടെ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള, അതുപോലെ പിന്നെ വിശ്വാസാവകാശം, ന്യൂനപക്ഷാവകാശങ്ങൾ, പ്രാതിനിധ്യാവകാശങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള വലിയ സെമിനാറുകളുടെ മനെ നാം അടിയന്തരമായ എല്ലാ തലങ്ങളിലും, അടിസ്ഥാന തലം മുതൽ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ സർവകലാശാല വിദ്യാഭ്യാസം, അതിനപ്പുറത്ത് നമ്മുടെ വയോജനങ്ങളുടെ വിദ്യാഭ്യാസത്തിലടക്കം നാം അടിയന്തരമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ജാതിയുടെ ഉത്ഭവവും അതിൻ്റെ പെരുക്കവും ബ്രാഹ്മണ മതത്തിൻ്റെ വ്യാപനവും, ഇതിൻ്റെ ഒരു ആധാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വേദത്തിൽ തന്നെയാണ്. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് വിവിധ വർണ്ണങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വൈദിക സാധൂകരണ വ്യാഖ്യാനവും അധീശ ആഖ്യാനവും കാണുന്നത്. ഫൂലെയും നാണുഗുരുവും എല്ലാം വിരാട് പുരുഷൻ എന്ന ബ്രഹ്മപുരുഷൻ്റെ, പെരിയോറും പറഞ്ഞിട്ടുണ്ട്, ഫൂലെ മാത്രമല്ല ഗുരു പറഞ്ഞു, അതുപോലെ പെരിയോർ, തന്തൈ പെരിയോർ രാമസ്വാമി നായ്ക്കരും പറഞ്ഞു. ഇവരൊക്കെ തന്നെ ആ ബ്രഹ്മപുരുഷൻ്റെ അഥവാ പരബ്രഹ്മത്തിൻ്റെ വിവിധ ശരീരാവയവങ്ങളിൽ നിന്നുള്ള വിവിധ വർണ്ണങ്ങളുടെ ജന്മം എന്ന സിദ്ധാന്തത്തെ കണക്കറ്റ് പരിഹസിക്കുകയാണ് ഉണ്ടായത്. പി.കെ. ബാലകൃഷ്ണൻ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാരായണ ഗുരു എന്ന സമാഹാര ഗ്രന്ഥത്തിൽ 1955 തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. നമുക്കറിയാം ഇതെന്താ മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണോ എന്നാണ് ഗുരു ചോദിച്ചത്. ഈ വിരാട് പുരുഷൻ്റെ തുടയിലൂടെയും കൈയിലൂടെയും വായിലൂടെയുമൊക്കെ ഈ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും പാദത്തിലൂടെ ശൂദ്രരൊക്കെ വരുന്നത് മരം പൊട്ടി മുളയ്ക്കുന്നത് പോലെയാണ്. ചക്കയിൽ നിന്ന് ചക്ക ഉണ്ടാകുന്നത് പോലെയാണോ പ്ലാവിൽ നിന്ന്? മാത്രമല്ല മറ്റേ ഇവന് മുതുകത്തുകൂടെ പുറത്തിയാടിയാൽ പോരായിരുന്നു എന്നാണ് ഗുരു ചോദിച്ചത്. പിന്നെ ഈ തുടയിൽ കൂടെ വരുന്നതിന് പകരം വൈശ്യന് ഈ മുതുകത്തുകൂടെ വരുന്നതല്ലായിരുന്നു എളുപ്പം എന്നാണ് ചോദിച്ചത്. ഈ വൈദിക പുരുഷ സൂക്ത വേദത്തെക്കുറിച്ച് ഇതുപോലെ പരമപരിഹാസം ചെയ്ത ബുദ്ധൻ മാത്രമേ അതിനു മുമ്പ്, ബുദ്ധനും തീർത്ഥങ്കരന്മാരും മാത്രമേ ഇതുപോലെ തന്നെ ബുദ്ധൻ പറയുന്നുണ്ട്. അതിനെയാണ് പിന്നീട് ചണ്ഡാല ഭിക്ഷുകളിലൂടെ പിന്നെ ആശാൻ പ്രസേനജിത്തിനോട് ചോദിക്കുന്നത്. അതുപോലെ ബുദ്ധൻ്റെ വായിലൂടെ പ്രസേനജിത്തിനോട് ചോദിക്കുന്നത് എന്താണ്? പിന്നെ ചണ്ഡാലിതന്മെയ് ദ്വിജൻ്റെ ബീജപിണ്ഡത്തിന് ഊഷരമോ എന്ന അതിരൂക്ഷമായ വിമർശം, വേദവിമർശമാണ്. ഈ പുരുഷ സൂക്തത്തിനെതിരായിട്ടുള്ള വിമർശമാണ്. അത് അനിഷേധ്യമായി ഉയർത്തിയത് പൂർവ്വബുദ്ധന്മാരും ഗൗതമ ബുദ്ധനും തീർത്ഥങ്കരന്മാരും തന്നെയാണ്. അത് തന്നെയാണ് ഗുരുവും പെരിയോറും ഫൂലെയും ചോദിച്ചു. ഫൂലെ പറഞ്ഞു, എന്നാൽ പിന്നെ വിരാട് പുരുഷന് വായിലൂടെയാണല്ലോ ബ്രാഹ്മണരുണ്ടാകുന്നത്, അപ്പോൾ മുഖത്ത് വായിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയം എന്നാണ് ചോദിച്ചത്. ഏതായാലും ബ്രഹ്മപൗരുഷത്തിൻ്റെ വായ മുതൽ കീഴോട്ട് കാലടി വരെയുള്ള ഒരു ശ്രേണീകൃത വ്യവസ്ഥയാണ് പുരുഷസൂക്തത്തിൻ്റെ വൈദിക സനാതന സംഭാവന.
സ്ത്രീകളെക്കുറിച്ച് അതിനകത്ത് മിണ്ടുന്നുമില്ല. സ്ത്രീകളുടെയും അവർണരുടെയും ജന്മം, പിന്നെ സഹോദര മതസ്ഥരെയുമില്ല, അവരെല്ലാം അന്യമതസ്ഥർ എന്നാണല്ലോ വിളിക്കുന്നത്, അന്യസംസ്ഥാനം എന്നാണ്. നമ്മുടെ ഭാഷാ കവികളും കവയിത്രികളും ഇറക്കിയിരിക്കുന്ന പുതിയ മാധ്യമ ഭാഷയാണ്. മാധ്യമ തൊഴിലാളികളെല്ലാം ഏറ്റെടുത്ത് നടക്കുകയാണ്. അന്യസംസ്ഥാനം ആരാണ്? ഒരൊറ്റ ജാതി, ഒരൊറ്റ ജനത ആണ്. അല്ല, ലോകത്തെ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് ഇവരൊക്കെ പഠിപ്പിച്ചു. എന്നിട്ടും അന്യസംസ്ഥാനം, മനുഷ്യരെ തന്നെ അന്യരായി കണ്ട് അത് മാനക ഭാഷയായി പ്രയോഗിച്ച് മാധ്യമ അക്കാദമിക സമ്മേളനങ്ങൾ അച്ചടി ഭാഷയിലും കൊണ്ടുനടക്കുകയാണ്. അങ്ങനെയാണ് അന്യമതം ഉണ്ടാകുന്ന, സംസ്ഥാനക്കാരുണ്ടാവുകയാണ്. സ്ത്രീകളുടെയും അവർണരുടെയും ജന്മം ഈ ഉൽപ്പത്തി സിദ്ധാന്തപ്രകാരം, ഈ വൈദിക വർണ്ണാശ്രമപ്രകാരം പ്രശ്നത്തിലാണ്. ജാതി ഹിന്ദുക്കളായ 4 വർണ്ണങ്ങൾ അഥവാ സനാതനികൾ അല്ലെങ്കിൽ സവർണർക്ക് മാത്രമാണ് ബ്രഹ്മപുരുഷൻ പുരുഷസൂക്തപ്രകാരം വായിൽ നിന്നും കയ്യിൽ നിന്നും തുടയിൽ നിന്നും കാലടികളിൽ നിന്നും ജന്മം കൊടുത്തത്. ഏതായാലും വേദകാലം എന്ന് വിളിക്കുന്ന സിന്ധു നാഗരികതയുടെ പതനവുമായി ബന്ധപ്പെട്ട BC 1500 മുതലുള്ള, പിന്നീട് വരുന്ന ബുദ്ധൻ്റെ കാലമായ BC 6-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ഉത്തരേന്ത്യയിൽ ഈ വൈദിക വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ കാലമായിരുന്നു. ഇതെല്ലാവരും ചരിത്രകാരന്മാരൊക്കെ തന്നെ, സൂസൻ ബെയ്ലി അടക്കമുള്ളവർ അതിനെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. ബുദ്ധൻ്റെ കാലമായപ്പോഴേക്കും വൈദികവും ബ്രാഹ്മണികവുമായ ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥ കിരാതമായ ജാതി വ്യവസ്ഥയായി അധപ്പതിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തൊട്ടുകൂടാത്തവരെയും ഈ ചണ്ടാലിയെയും ഒക്കെ തന്നെ തൻ്റെ സംഘത്തിലേക്ക് ചേർത്തുകൊണ്ട് പ്രാതിനിധ്യത്തിൻ്റെ ഒരു ജനായത്വ സംഘം രൂപീകരിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി തന്നെ അങ്ങനെയാണ്. കാഞ്ച ഐലയ്യയും ഗോപാൽ ഗുരുവും ഒക്കെ തന്നെ അതിനെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ ചിന്തകനായിട്ട് തന്നെയാണ് ഐലയ്യ ഷെഫേർഡ് വാഴ്ത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ബുദ്ധൻ വെല്ലുവിളിച്ചത് ഈ ശ്രേണീകൃത അസമത്വത്തിൻ്റെ വൈദിക പൗരോഹിത്യ ആൺകോയ്മയെയും അതിൻ്റെ കുപ്പിണി സഖ്യങ്ങളെയുമാണ്. അതിൻ്റെ മിലീഷ്യ ആയി പ്രവർത്തിക്കുന്ന ശൂദ്രരാക്കപ്പെടുന്ന കായസ്ഥരെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ചില കായസ്ഥ ബ്രാഹ്മണരെക്കാളും ഭീകരരായിരിക്കുന്നതായി നമുക്ക് ഭദ്രാലോകത്തിൽ കാണാം. ഹിന്ദു പൗരോഹിത്യ ആൺകോയ്മയായ, അതുകൊണ്ടാണല്ലോ ദലിത് ബന്ധുവിൻ്റെ ശൂദ്രലഹള എന്ന് പറയുന്ന ഹിന്ദുത്വത്തിൻ്റെ ഏജൻസി ഏറ്റെടുത്തുകൊണ്ട് ബ്രാഹ്മണരെക്കാൾ വലിയ, ക്ഷത്രിയരെക്കാൾ വലിയ, വൈശ്യരെക്കാൾ വലിയ ഹിന്ദുക്കളായി സ്വയം ചമഞ്ഞുകൊണ്ട് ശൂദ്രരും അവരുടെ സമ്മർദ്ദാധീശത്വത്തിൽപ്പെട്ട ചില ചണ്ടാള സ്ത്രീകളും പോലും തീണ്ടാരി ലഹളകളും വിശ്വാസിലഹളകളും നാമജപഘോഷയാത്രകളും നടത്തി തനി ശൂദ്രലഹളകളിലൂടെ ഹിന്ദുത്വത്തെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ യുനാനിമസ് വിധിക്കെതിരായിട്ടുള്ള ലിംഗനീതിക്കെതിരായ ആ തെരുവ് ലഹള നടത്തി ഭരണഘടന അട്ടിമറിച്ചത്. അതിൻ്റെ പിന്നണിയിലൂടെ 5 ദിവസം കൊണ്ട് ദേവസ്വത്തിലെ EWS പാസ്സാക്കിയെടുത്തത് നാം കണ്ടു. ദലിത് ബന്ധുവിൻ്റെ ശൂദ്രലഹള നാം എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ട, ഭരണഘടനയ്ക്ക് അതിന് പിന്നണിയായിട്ട് നാം ഉയർത്തിപ്പിടിക്കേണ്ട പുസ്തകമാണ് 2019 ശൂദ്രലഹള. ഹിന്ദു പൗരോഹിത്യ ആൺകോയ്മയായ ബ്രാഹ്മണ സ്വത്വത്തെ കേന്ദ്രീകരിക്കുന്ന അധീശ വ്യവഹാരമാണ് ബ്രാഹ്മണിസം എന്നാണ് ചരിത്രകാരനായ D.D. കോസാംബി ബ്രാഹ്മണ മതത്തെ വിശദീകരിക്കുന്നത്. ആദ്യകാല ബ്രാഹ്മണരും ബ്രാഹ്മണിസവും എന്ന പഠനത്തിലാണ്, അദ്ദേഹം തന്നെ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ആളാണ്, എന്ന പഠനത്തിലാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ആഖ്യാനങ്ങളെക്കുറിച്ച് കോസാംബി വിശദീകരിക്കുന്നത്. അപ്പോൾ കോസാംബി മാത്രമല്ല, കോസാംബി മുതൽ അമലേന്ദു മിശ്രയും ജ്യോതിർമയ ശർമ്മ ഇവരെല്ലാം ബ്രാഹ്മണരെല്ലാം ഇതിനെ തുറന്നു കാണിക്കുകയാണ്. വിവേകാനന്ദനെ, അരബിന്ദോയെ, ഗാന്ധിയെ, പട്ടേലിനെ, തിലകനെ, ഇവരുടെയൊക്കെ ആ നവ ഹൈന്ദവ സ്വത്വത്തെ തുറന്നു കാണിക്കുന്നവരെല്ലാവരും, അതിൽ പ്രമുഖരായി നിൽക്കുന്നവർ പലരും ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച പണ്ഡിതരാണ്. പക്ഷേ നമ്മുടെ ശൂദ്രർ സമ്മതിക്കുന്നില്ല, അവർക്ക് അതാണ് പരമപ്രധാനം. പരബ്രഹ്മത്തിൻ്റെ തന്നെ മനുഷ്യാകാരങ്ങളാണ് തങ്ങളെന്നും ബ്രാഹ്മണ്യം പ്രശ്നത്തിലാകുമ്പോൾ വിരാട് ബ്രഹ്മ പുരുഷനായ വിഷ്ണു പല രൂപങ്ങളിൽ അവതരിച്ച് ബ്രാഹ്മണ്യം എന്ന വർണ്ണാശ്രമധർമ്മത്തെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം നമുക്കറിയാം. ആ ഗീതാ ശ്ലോകവും ഗ്ലാനിർഭവതി ഭാരത എന്ന് പറയുന്ന ആ സംഭവം, വിശ്വാസം പൗരോഹിത്യ ആൺകോയ്മ പ്രചരിപ്പിച്ചു. D.D. കോസാംബി എഴുതിയിരിക്കുന്നതാണ്. സ്ത്രീകൾക്കും ശൂദ്രർക്കും അവർണർക്കും ഇതര മതസ്ഥർക്കും, സഹോദര മതസ്ഥർ എന്നാണ് ഇതരം, ഞാൻ കുറച്ച് പഴയ ഒരു എസ്സേ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. സഹോദര മതസ്ഥർ എന്ന് തന്നെ നാം ഇനി ഊന്നണം. സഹോദര സംസ്ഥാനക്കാർ എന്ന് പറയുന്നത് പോലെ സഹോദര മതസ്ഥർക്കും മനുഷ്യ പദവിയും തുല്യതയുമില്ലാത്ത സാമൂഹ്യ വിഭജന പ്രത്യയശാസ്ത്രവും അധീശ വ്യവഹാരവുമാണ് ഇത് എന്ന്
ഇവരൊക്കെ തന്നെ വി ഗീതയാകട്ടെ, ഉമാ ചക്രവർത്തി ആകട്ടെ, അനുപമ റാവു ആകട്ടെ, അഭിനയ രമേശ് ആകട്ടെ, നമ്മുടെ ഷർമിള റെഗെ അടക്കം ഇപ്പോൾ എഗെയിൻസ്റ്റ് ദ മാഡ്നസ് ഓഫ് മനുവിൽ ഇവരൊക്കെ രേഖപ്പെടുത്തുന്ന ഇതാണ്. ഈ ബ്രാഹ്മണാധീശ പ്രത്യയശാസ്ത്രത്തിൻ്റെ മുഖ്യ പ്രയോഗ പദ്ധതിയായിരുന്നു ജനതകളെ വിഭജിപ്പിച്ച് ഭരിക്കാനുള്ള കൗടില്യതന്ത്രമായ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥ, അഥവാ അതിൻ്റെ സാധാരണീകൃത രൂപമായ ജാതി വ്യവസ്ഥിതി. ഇത് കേരളത്തിൽ പഠിച്ച PK ബാലകൃഷ്ണൻ അടക്കം അതങ്ങനെ രേഖപ്പെടുത്തുകയാണ്. ജാതിയും ലിംഗശ്രേണീകരണവും ശരീരവും അതിൻ്റെ എംബോഡീഡ് ആൻഡ് എൻജെൻഡേർഡ് ആയിട്ടുള്ളൊരവസ്ഥ. കാസ്റ്റിനെ മാത്രം പഠിക്കാൻ കഴിയില്ല, നമുക്ക് ജെൻഡറിനെ കൂടി ഇവിടെ മറ്റ് സാംസ്കാരിക വിഭജനങ്ങളെ കൂടി അതിൽ സമന്വയമായിട്ട് അല്ലെങ്കിൽ സങ്കലിതമായി പഠിക്കേണ്ടി വരും. തികച്ചും ശ്രേണീകൃതമായ സാമൂഹ്യ ഉച്ചനീചത്വമാണ് വർണ്ണജാതി വ്യവസ്ഥ. ഇരട്ട ഉച്ചനീചത്വമാണത് എന്ന് നമ്മുടെ ഉമാ ചക്രവർത്തി വിശദീകരിക്കുന്നു. ജാതിയുടെയും ലിംഗത്തിൻ്റെയും ശ്രേണികൾ അതിലുണ്ട്. ചുരുങ്ങിയത് 2 തരത്തിലുള്ള ശ്രേണികളുടെ ഇടകലർ അതിനകത്ത് കാണാം. അപരത്തെ മാനവികമായും തുല്യമായും അംഗീകരിക്കാത്ത സാമൂഹ്യ വിഭജന വ്യവഹാരമാണത്. ലോകത്തെ ഏറ്റവും സഹോദരൻ ഒരു ജർമ്മൻ സാഹിബിനോടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹിറ്റ്ലർ വെറും പാവമാണ്. ഈ സ്മൃതികളുണ്ടാക്കി വച്ചിരിക്കുന്ന മനുവിനെ പോലുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ആ മനുവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ ഹോളോകോസ്റ്റ് ഉണ്ടാക്കിയ ഹിറ്റ്ലറും മുസോളിനിയും വെറും പാവങ്ങളാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഇത് കഴിഞ്ഞ 3500 വർഷമായിട്ട് ഇവിടെ കിടന്ന് ഭീകര മനുഷ്യനെ കൊല്ലുകയാണ്. അത് ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 20 വർഷം മാക്സിമം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ജനങ്ങൾ അവരെ അടിച്ച് കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. സമഭാവനയെയും തുല്യതയെയും തുരങ്കം വയ്ക്കുന്ന ലോകത്തെ ഏറ്റവും പ്രാചീനമായ പൗരോഹിത്യ ആൺകോയ്മയും സംസ്കാര വരേണ്യതയുമാണ് ജാതിയും ബ്രാഹ്മണ്യവും, സനാതനവും വൈദികവുമായ വർണ്ണാശ്രമ ധർമ്മവും. വിജ്ഞാനം, അക്ഷരം, എഴുത്ത്, ജ്ഞാനശാസ്ത്രം എന്നിവയെ കുത്തകവൽക്കരിക്കുകയും നിയമപാലനം ചെയ്യുകയും ചെയ്തുകൊണ്ട് അറിവധികാര കുത്തകകൾ വികസിപ്പിച്ചുകൊണ്ടാണ് വർണ്ണാശ്രമധർമ്മവും ജാതി വ്യവസ്ഥിതിയും സംസ്ഥാപനം ചെയ്യപ്പെടുന്നത്. ശരീരപരവും ലിംഗപരവുമായ ശുദ്ധാശുദ്ധി വാദങ്ങളിലൂടെയാണ് ജാതിയുടെ സാമൂഹ്യ പ്രയോഗവും പാഠവും സുസ്ഥിരമായി നിലനിർത്തുന്നത്. സുസി താരു ആർഗ്യൂ ചെയ്യുന്നതാണ്. 1000 ആണ്ടുകളായി ആന്തരാധിനിവേശം നിലനിർത്താനായി ജാതി ഹിന്ദുത്വം സമർത്ഥമായി ഉപയോഗിച്ചത് വിഭജന ഭരണം എന്ന കുൽസിത അജണ്ടയാണ്. ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള എല്ലാ ഇമ്പീരിയലിസങ്ങളും ഉപയോഗിക്കുന്നതാണ്. പാശ്ചാത്യ കൊളോണിയലിസവും അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ, ശ്രീലങ്കയിലെ വംശീയ പ്രശ്നം, റോഹിംഗ്യയിലെ പ്രശ്നം, കംബോഡിയയിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അങ്ങനെ പാശ്ചാത്യ കൊളോണിയലിസം, ആഫ്രിക്കയിലെ പല പ്രശ്നങ്ങൾ, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഡച്ച് ഇമ്പീരിയലിസങ്ങളും അത് പിന്നീട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ അതൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് വ്യക്തമാകും. ഈ കാരണം അത് വളരെ 100 വർഷത്തിൽ താഴെ അല്ലെങ്കിൽ മാക്സിമം പോയ 400 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആന്തരാധിനിവേശ ജാതി സാമ്രാജ്യത്വത്തിൻ്റെ വിമർശം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നത് ബൗദ്ധവാദമാണെങ്കിലും മധ്യകാലത്തോടെ ജാതിയെയും ബ്രാഹ്മണ്യത്തെയും വെല്ലുവിളിച്ച ബൗദ്ധ സംഘങ്ങളെ ബ്രാഹ്മണിക ഹിന്ദുമതം ഇന്ത്യയിൽ നിന്ന് ഹിംസാത്മകമായി പുറന്തള്ളി. മധ്യകാല ഭക്തി പ്രസ്ഥാനത്തിലെ ചില ജാതിബാഹ്യധാരകളിൽ, ചൊക്കമേലയിലും വചനസാഹിത്യത്തിലും സൂഫികളിലും ബൗദ്ധമായ ജാതിവിരുദ്ധത നൈതികമായ അന്തർധാരയായി തുടർന്നു. പക്ഷെ അതിനെയൊക്കെ തന്നെ ആദേശം ചെയ്തുകൊണ്ടോ സ്വാംശീകരിച്ചുകൊണ്ടോ ഈ ഭക്തിപ്രസ്ഥാനങ്ങൾ, ഈ ശൈവ വൈഷ്ണവ ശക്തേയ താന്ത്രികവുമൊക്കെ ആയിട്ടുള്ള ഭക്തിധാരകളിലൂടെ അതിനെ ബ്രാഹ്മണ്യം വീണ്ടും വിഴുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. ശൈവ വൈഷ്ണവ ഭക്തി കാമലഹരികളിലൂടെ, ഭക്തിയെയും കാമത്തെയും ഈ വലിയ ഹിംസകളെയും സിംബോളിക് ഹിംസയൊക്കെ കലർത്തിക്കൊണ്ടാണ് ഇത് സാധിക്കുന്നത്. അപ്പോൾ ഭക്തി കാമലഹരികളിലൂടെ ബ്രാഹ്മണ്യം, ഇളംകുളത്തിൻ്റെ തന്നെ വിഖ്യാതമായ പ്രസ്താവം, ഭക്തിയുടെ ലഹരി മോന്തിയാൽ, ലഹരിയും കാമവുമായി മാറ്റുകയാണ്. ഭക്തിയുടെ ലഹരി മോന്തിയാൽ എന്തും സംഭവിക്കും, മനുഷ്യനെ കൊല്ലാനും മടിക്കുകയില്ല. അതാണല്ലോ നാം കണ്ടത്. പ്രാണപ്രതിഷ്ഠ നടന്നത് മിഷണറിമാരുടെ ആ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ചുട്ടുകൊന്ന ആ ദിവസം നോക്കിയാണല്ലോ, അംബേദ്കറുടെ അദ്ദേഹത്തിൻ്റെ ചരമദിനം നോക്കിയാണല്ലോ ബാബറി പള്ളി പൊളിച്ചത്. നമുക്കറിയാം, അവിടെയാണല്ലോ ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കാൻ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടുന്ന് ഓടിച്ചതാണ് ഈ ജയ് ശ്രീറാം വിളിച്ചപ്പോൾ തിരുനക്കര മൈതാനത്ത് നിന്ന് മദൻ മോഹൻ മാളവ്യ ഇവിടുന്ന് ഓടിച്ചതാണ്.
രാവൺ വിളിച്ചുകൊണ്ട് സഹോദരനും കൂട്ടാളികളോടും ഓടിച്ചതാണ്. കൊല്ലുന്നവനില്ല ശരണ്യത എന്ന് ഗുരു പിന്നെ ജീവകാരുണ്യ പഞ്ചകത്തിൽ 1914 തന്നെ എഴുതിയതാണ്. മൃഗത്തിനു തുല്യനവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗാന്ധിജി, അങ്ങയുടെ ശ്രീകൃഷ്ണൻ ഒരു പരമ്പര കൊലയാളിയായിരുന്നില്ലേ എന്ന് പിന്നെ സഹോദരൻ വർക്കലയിൽ വെച്ച് ചോദിച്ചതാണ്. എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിലേക്ക് വരാം. അപ്പോൾ മധ്യകാല ഭക്തി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ഈ ഭക്തി കാമലഹരിയും ഭീകര ഹിംസകളിലൂടെ, ഹിംസാഖ്യാനങ്ങൾ ഇപ്പോഴും ജനങ്ങളെ ആകർഷിക്കുകയാണല്ലോ. ഇതൊക്കെ ഈ കാമവും ഹിംസയും ബ്രാഹ്മണ്യം ഭക്തിയിലെ ബൗദ്ധമായ വിമോചന ആവേഗത്തെയും സ്വാംശീകരിച്ചെടുത്തു. കബീറിനെ പോലെയുള്ള സൂഫികളിലൂടെയാണ് ജാതി വിമർശവും പൗരോഹിത്യ വിമർശവും പ്രച്ഛന്നമായെങ്കിലും കുറച്ച് 15-ാം നൂറ്റാണ്ടിലൊക്കെ നിലനിന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഹൈദറിനെയും ടിപ്പു സുൽത്താനെയും പോലുള്ള തദ്ദേശീയരായ ധീരരായ ഇസ്ലാമിക പോരാളികളും ജാതിക്കെതിരായ പോരാളികളും കൂടിയായിരുന്നു അവർ. അതുകൊണ്ട് അവർ ചില ക്ഷേത്രങ്ങളൊക്കെ തകർത്തിട്ട് തന്നെയുണ്ട്. തെന്നിന്ത്യയെയും പിന്നെ മലബാറിനെ പ്രത്യേകിച്ചും ജാതി ഹിന്ദു ജന്മിത്വത്തിൽ നിന്നും പ്രതിരോധിച്ചിട്ടുണ്ട്. PK ബാലകൃഷ്ണൻ തന്നെയാണ് ടിപ്പു സുൽത്താനെക്കുറിച്ച്, ഗുരുവിനെക്കുറിച്ചുള്ള പുസ്തകം വന്ന ഉടനെ 56 അദ്ദേഹം പ്രസിദ്ധീകരിച്ചതാണ് ടിപ്പു സുൽത്താൻ എന്ന പുസ്തകം. പാശ്ചാത്യ അധിനിവേശ ആധുനികതയുടെ സന്ദർഭത്തിൽ ഫൂലയിലും നാണുഗുരുവിലുമെല്ലാം ജാതി വിമർശം ഉയർത്തെഴുന്നേറ്റു. അയോധ്യദാസരിൽ ഇന്ത്യയിലെ ജാതിവിരുദ്ധമായ ആദ്യ നവബുദ്ധമത പ്രസ്ഥാനത്തെ തമിഴകത്ത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തന്നെ 1890-കളിലാണ് ശാക്യ ബുദ്ധിസ്റ്റ് സൊസൈറ്റി നീലഗിരികളിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നീടാണ് ചെന്നൈയിലേക്ക് വ്യാപിപ്പിച്ചത്. തുടർന്ന് 1920-കളിലും 30-കളിലുമാണ് നാണുഗുരുവിൻ്റെ ശിഷ്യരായിട്ടുള്ള സഹോദരനും മിതവാദിയും മൂലൂരും CV കുഞ്ഞിരാമനൊക്കെ കൂടി കേരളത്തിലെ നവബുദ്ധമത പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. അഖിലേന്ത്യാ തലത്തിൽ തികച്ചും ജാതിവിരുദ്ധവും ജനായത്തപരവുമായ ബൗദ്ധ സംസ്കാരത്തെ നൈതികമായി വീണ്ടെടുത്തത് ഇന്ത്യയുടെ നവബുദ്ധനായി സഹോദരൻ തന്നെ 46-47 കാലത്ത് ജാതിഭാരതത്തിലൂടെ അവതരിപ്പിച്ച ബാബാ സാഹേബ് അംബേദ്കർ തന്നെയാണ്. ഏറ്റവും വിപുലമായ രീതിയിൽ അതിനെ സാക്ഷാത്കാരത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് തന്നെ നയിച്ചുകൊണ്ട് നാഗ്പൂരിൽ വെച്ച് തന്നെ 56 അദ്ദേഹത്തിൻ്റെ മഹാപരിനിർവാണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 5 ലക്ഷം അനുയായികളുമായി ബുദ്ധിസത്തിലേക്ക് കടന്നത്. ജാതിയുടെ ഹിംസയും രാഷ്ട്രീയവും അതിൻ്റെ മതവും അംബേദ്കറുടെ ഒരു പരിപ്രേക്ഷ്യമാണ്. ജാതിയെ നശിപ്പിക്കണമെങ്കിൽ അതിൻ്റെ മത ആധാരത്തെ തന്നെ തകർക്കണമെന്നാണ്. ഡൈനമൈറ്റ് വെച്ച് ആ പാഠങ്ങളെ തകർത്താലേ ഇന്ത്യയിൽ ജനായത്വം, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ ആധുനിക ജനായത്വ മൂല്യങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ പ്രിയാമ്പിളിൽ എഴുതി വെച്ച അത് പുലരൂ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അംബേദ്കർക്ക് ശേഷം മണ്ഡൽക്കാലത്താണ് ബഹുജനങ്ങളുടെ ഒരു ഉണർവ് വീണ്ടും ഉണ്ടായത്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ബഹുജനങ്ങളുടെ പ്രാതിനിധ്യമില്ലായ്മ, ജാതി ഹിന്ദുക്കളുടെ നടുനായകത്വവും 1990-ൽ VP സിംഗ് ധീരമായി വീണ്ടെടുത്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. 50 വർഷം മുമ്പ് അംബേദ്കർ നടത്തിയ മുന്നറിയിപ്പ് യാഥാർത്ഥ്യമാവുകയായിരുന്നു. അതായത് ഈ ദേശീയവാദ വരേണ്യരിലേക്കും രാഷ്ട്രീയമായ ദേശീയവാദത്തിലേക്കുള്ള അധികാര കൈമാറ്റം ജാതി ഹിന്ദുക്കളിലേക്ക് മാത്രമുള്ള അധികാര കൈമാറ്റമാകും എന്നായിരുന്നു നവബുദ്ധൻ്റെ ദശകങ്ങൾക്ക് മുമ്പുള്ള യുക്തിയുക്തമായ പ്രവചനം. അവിടെയാണ് ഒലിഗാർക്കി എന്ന പ്രയോഗം. ഈ ഏതാനും കുലീന വരേണ്യരുടെ കുത്തക ഭരണം അവരുടെ അമിത പ്രാതിനിധ്യ കുത്തകയാക്കി ഭരണത്തെ, വിദ്യാഭ്യാസ രംഗത്തെ സമസ്ത പൊതുമേഖലകളെയും മാറ്റി. ഒലിഗാർക്കി എന്ന ആശയം ആൻ്റോണിയോ ഗ്രാംഷി ഇറ്റാലിയൻ ചരിത്രത്തെ മുൻനിർത്തി നിരീക്ഷിച്ച കാര്യം തന്നെ. ഫാഷിസം എന്തുകൊണ്ട് അധികാരത്തിൽ വരുന്നു? ജനങ്ങൾക്ക് യഥാർത്ഥ ശബ്ദവും നിർവാഹത്വവും പ്രാതിനിധ്യവും ഇല്ല. അതുകൊണ്ട് അവർ ഫാഷിസത്തിൻ്റെ ആൾക്കൂട്ടങ്ങളായി ഇങ്ങനെ ഈ ശൂദ്രരും ചണ്ടാളരും കൂടെ വലിയ ബ്രാഹ്മണരെക്കാൾ വലിയ ഹിന്ദുക്കളായിട്ട് ശൂദ്രലഹളകൾ നടക്കും എന്ന കാര്യം. ആന്തരാധിനിവേശവും ജാതിജന്മിത്വവും ദൈനംദിന യാഥാർത്ഥ്യമാണെന്ന് മണ്ഡൽ വിരുദ്ധ ജാതി ഹിന്ദു പടയണികളും പിന്നെ ഞാൻ സൂചിപ്പിച്ച ഗോസ്വാമിയുടെ അടക്കം തീ കൊളുത്തിയുള്ള ആത്മാഹുതി അടക്കമുള്ള പടയണികളും വെറിയാട്ടങ്ങളും വ്യക്തമാക്കി. ബഹുജനങ്ങളുടെ ഈ ഉയിർപ്പിനെ തടയാനാണ് 1992-ൽ ബാബാ സാഹിബിൻ്റെ തന്നെ ചരമദിനം തിരഞ്ഞെടുത്തുകൊണ്ട് ഗ്രാം സ്റ്റെയിൻസിൻ്റെ കൊന്നതിൻ്റെ ദിനമെടുത്തതുപോലെ അതിൽ അടിയന്തിരമായി ബാബറി പള്ളി പൊളിക്കുകയും വമ്പിച്ച രഥയാത്രകളും
പിന്നെ ഒക്കെ കൂടി അതിന് അവർണരായിട്ടുള്ള ഹിന്ദുക്കളെയൊക്കെ തന്നെ അവർണരായിട്ടുള്ള ബഹുജനങ്ങളെയൊക്കെ തന്നെ ഹിന്ദുക്കളാണ് എന്ന മട്ടിലുള്ള വലിയ പഥസഞ്ചലനങ്ങളും ഇവിടുന്ന് തന്നെ ശിലാന്യാസത്തിന് വേണ്ടി ശില കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ തുടങ്ങിയത്. ബ്രാഹ്മണീയ ശക്തികൾ അങ്ങനെയാണ് അത് തുടങ്ങി വെച്ചത്. തുടർന്ന് മുംബൈ നരമേധം നടന്നു. അതുപോലെ തന്നെ 2002 ഗുജറാത്ത് വംശഹത്യ നടന്നു. ഈ ഹിന്ദുവൽക്കരണത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ഹിന്ദുത്വവും അതിൻ്റെ പാദചരും കൂടി സാക്ഷാത്കരിച്ചത്. ഇത് അസ്ഗർ അലി എഞ്ചിനീയർ തന്നെ എഴുതിയിരിക്കുന്ന ഗെയിൽ ഓമ്പത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനെ ട്വൈസ് ബോൺ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ഡെമോക്രസി എന്നാണ് ഈ മണ്ഡൽ വിരുദ്ധ പടയണികളെക്കുറിച്ച് എഞ്ചിനീയറും അതുപോലെ ഗെയിൽ ഓമ്പത്തൊക്കെ എഴുതിയത്. ഇന്ന് ദലിത് ബഹുജനങ്ങളുടെ സമ്മതിദാനവും ജനസംഖ്യാ ബലവും ഉപയോഗിച്ച് ഹിന്ദുത്വം അധികാരത്തിലേറിയിരിക്കുന്നു. ഇതാണ് വിഷയം. ഒലിഗാർക്കിയാണ് വിഷയം. പ്രാതിനിധ്യമില്ല. അപ്പോൾ അവർ ഇതിൻ്റെ ആൾക്കൂട്ടങ്ങളായി പോകും. ഹിന്ദുവൽക്കരണത്തിൻ്റെയും ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെയും മൂർത്തരൂപങ്ങൾ ഇന്ന് ദൃശ്യമായിരിക്കുന്നു. കലാപ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ തന്നെ അതിൻ്റെ ഭീഷണിയിലാണ്. സർവകലാശാല വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ തന്നെയാണ്. ഇപ്പോൾ സായിബാബയുടെ കാര്യം കൊണ്ട് എത്ര നാൾ മദനിയുടെ കാര്യം ആലോചിക്കുക ഒക്കെ ചെയ്യുന്നു. ധബോൽക്കർ മുതൽ രോഹിത് വെമുല മുതൽ കൽബുർഗി മുതൽ പൻസാരെ മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ളവരുടെ കൊലപാതകങ്ങൾ, ബ്രാഹ്മണ്യത്തിൻ്റെ വൈദിക വർണ്ണാശ്രമ ധർമ്മം അനുശാസിക്കുന്ന വർണ്ണജാതി വ്യവസ്ഥയുടെ ആന്തരാധിനിവേശ അധീശത്വത്തിലൂടെയാണ് ഈ ഫാസിസ്റ്റ് പരിണാമങ്ങളെല്ലാം ഇന്ത്യയിൽ നടന്നു വരുന്നത്. മനുസ്മൃതി അനുശാസിക്കുന്ന ദണ്ഡനീതിയിലൂടെ വർണ്ണാശ്രമത്തെ ചവിട്ടി ഉറപ്പിക്കുകയാണ് നവഹിന്ദുത്വത്തിൻ്റെ സ്വയം സേവകരായ പാദചരും പരിവാരങ്ങളും പടജനങ്ങളും. സുമിത് സർക്കാർ തന്നെ 1990s എഴുതിയിട്ടുള്ള ഒരു എസ്സയിൽ നിന്നാണ് ഇത് എടുക്കുന്നത് ഈ ആശയം. ക്രിസ്തു കുരിശിൽ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല. കേരളത്തിൽ നവോത്ഥാന സാമൂഹ്യ വിപ്ലവങ്ങളിലൂടെ മനുഷ്യരാകാൻ പഠിച്ച അവർണരും ഇന്ന് ഹിന്ദുക്കളാകാനും ആശ്രമധർമ്മത്തിൻ്റെ പാദചരായ മൃഗങ്ങളാകാനും ഗുരു തന്നെ പറഞ്ഞ കൊല്ലുന്നവൻ എങ്ങനെ ദൈവമാകും? അവൻ മനുഷ്യൻ പോലും ആകുന്നില്ല. മൃഗങ്ങൾക്ക് പോലും അപമാനമാണ് അങ്ങനെ പറഞ്ഞാൽ. എന്നാലും ആ ഒരു താരതമ്യം അവിടെ ചെയ്യേണ്ടി വന്നു ഗുരുവിന്. ആ മൃഗത്തിനു തുല്യനവൻ എന്ന് കൊല്ലുന്ന ദൈവങ്ങളെക്കുറിച്ച് പറയാൻ മറ്റൊരു ഭാഷ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം അത് പ്രയോഗിച്ചു എന്ന് മാത്രമേ. ജാതിയുടെ മതത്തെ വിട്ട് ന്യൂനപക്ഷ മതങ്ങളെ ആശ്ലേഷിച്ച് മനുഷ്യരാകാൻ ശ്രമിക്കുന്നവരെ അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഘർ വാപ്പസി എന്ന് പറയുന്ന ഒരു കർമ്മ പരിപാടിയും ഇതിനിടയ്ക്ക് പരിവാരം ഇവിടെ ഒരു സ്വയം സേവ നടത്തുകയുണ്ടായി. ജെ രഘുവിൻ്റെ ഒരു പുസ്തകം തന്നെ വന്നിട്ടുണ്ട്, ഘർ വാപ്പസി. എൻ്റെ അടക്കമുള്ള ലേഖനങ്ങൾ 2015 പുറത്തു വന്ന ആ പുസ്തകത്തിലുണ്ട്. ഗോപാൽ ഗുരുവിൻ്റെ അടക്കമുള്ള ലേഖനങ്ങൾ അതിനകത്തുണ്ട്. മാനവികതയുടെ നവോത്ഥാന വ്യവഹാരങ്ങളെപ്പോലും സ്ഥായിയായി ചിട്ടയായ ഹിന്ദുവൽക്കരണത്തിലൂടെ ഹിന്ദു സാമുദായികതയിലേക്ക് നയിക്കാൻ ഏതാനും ദശകങ്ങളിലൂടെ സാധിച്ചിരിക്കുന്നു. ജാതിക്കും ബ്രാഹ്മണ്യത്തിനും എതിരായ ഏത് വ്യവഹാരത്തെയും ഞെക്കിക്കൊല്ലാൻ ആയില്ലെങ്കിൽ നക്കിക്കൊല്ലുന്ന തന്ത്രമാണ് വർണ്ണാശ്രമധർമ്മം പണ്ട് മുതൽ പ്രയോഗിച്ചിട്ടുള്ളത്. ജാതിക്കും ബ്രാഹ്മണ്യത്തിനും എതിരായതുകൊണ്ടാണ് ബുദ്ധധർമ്മത്തെ അഭിനന്ദ പിതാവിവിടെ സൂചിപ്പിച്ചു അതിൻ്റെ ജന്മനാടായ ഇന്ത്യയിൽ നിന്നും മധ്യകാലത്തോടെ ബ്രാഹ്മണിസം ഇല്ലാതാക്കിയത്. ഗെയിൽ ഓമ്പത്ത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബുദ്ധിസം ഇൻ ഇന്ത്യ ചലഞ്ചിങ് ബ്രാഹ്മണിസം ആൻഡ് കാസ്റ്റ്. ആ ജാതിയെയും ബ്രാഹ്മണ്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് അവരെ ഇല്ലാതാക്കി. അതിനകത്തേക്ക് കയറി പിളർത്തി മഹായാനമുണ്ടാക്കി, വജ്രയാനമുണ്ടാക്കി, 100 കണക്കിന് ധാരകളുണ്ടാക്കി ബ്രാഹ്മണ്യത്തിലേക്ക് സ്വാംശീകരിച്ചു. വംശഹത്യാപരമായ ഹിംസയിലൂടെ പോലും തരവാദ ബുദ്ധസംഘങ്ങളെ ഇല്ലാതാക്കാൻ കഴിയാതെ വന്നപ്പോൾ സംഘത്തിനുള്ളിൽ നുഴഞ്ഞു കയറി ആശയക്കുഴപ്പമുണ്ടാക്കി. അതാണ് അത് കമ്മ്യൂണിസത്തിലാണെങ്കിലും അതുപോലെ ക്രിസ്തു മതത്തിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും പഷ്മണ്ട മുസ്ലിംസിനെ കുറിച്ച് അസ്ഗർ അലി എഞ്ചിനീയർ തന്നെ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്രൈസ്തവീയതയിലാണെങ്കിലും അരുന്ധതി റോയ് അടക്കം നോവലുകളടക്കം എഴുതി വ്യക്തമാക്കിയതുപോലെ ക്രൈസ്തവീയതയെ പോലും പിളർത്തുന്ന രീതിയിൽ, ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ, ക്രിസ്തുവിൻ രക്തത്തിൽ ജ്ഞാനസ്നാനം ചെയ്തിട്ടും എന്നെ പുലക്രിസ്ത്യാനി, പറയക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നു എന്ന് പൊയ്കയിലപ്പച്ചൻ പോലും എഴുതുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഏത് വിമോചന ദൈവശാസ്ത്രം, ഏത് വിമോചന പ്രത്യയശാസ്ത്രം ഇന്ത്യയിലേക്ക് വന്നാലും, ഇന്ത്യയിൽ ഉണ്ടായാലും, അത് ബുദ്ധിസമാകട്ടെ സിഖിസമാകട്ടെ, ഏറ്റവും റീസെൻ്റായ 500 വർഷം മാത്രമേ ഉള്ളൂ, ക്രൈസ്തവീയതയാകട്ടെ ഇസ്ലാമാകട്ടെ, അതിനകത്തേക്കൊക്കെ നുഴഞ്ഞു കയറി ഈ ജാതി വരേണ്യതയും വർണ്ണാശ്രമ സനാതനത്വവും സ്ഥാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ സവർണ സഹോദരങ്ങളുടെ ആ മിടുക്ക്, അതിസാമർഥ്യം എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി ആശയക്കുഴപ്പമുണ്ടാക്കി അതിനെ മായാനവും പിന്നെ വജ്രയാനവും എല്ലാം ആക്കി പിളർത്തി തനിക്കാക്കിയെടുത്തു. വിടക്കാക്കി തനിക്കാക്കിയെടുക്കുക, നക്കിക്കൊല്ലുക.
ഡോക്ടർ കെ സുഗതൻ്റെ നിരീക്ഷണമാണ് ഇത്. 2011 ഇറങ്ങിയ ബുദ്ധമതവും അതിൻ്റെ തകർക്കലും ജാതി വ്യവസ്ഥിതിയുടെ സ്ഥാപനവും എന്ന് പറഞ്ഞിട്ടുള്ള ആ പുസ്തകത്തിലാണ് ഇതുള്ളത്. അംബേദ്കറുടെ പുസ്തകമാണ് എൻ്റെ ഫണ്ടമെൻ്റൽ റെഫറൻസ്, ഹു ആർ ദി അൺടച്ചബിൾസ് ആൻഡ് ഹൗ ദേ ബിക്കെയിം സോ, 1946. പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ജാതി ഭാരതം എന്ന കവിത കേരളോൽപ്പത്തിയിലും മറ്റും വിശദീകരിച്ച് വീമ്പ് പറയുന്നത് പോലെ തെരവാദികളെ പറയുന്ന ബൗദ്ധർ, മ്ലേച്ഛർ, ഹീനർ, ശൂന്യർ എന്ന് വിളിച്ചുകൊണ്ട്, ഹീനയാനികൾ എന്ന് വിളിച്ചുകൊണ്ട് രാക്ഷസീകരിച്ച് ഡീമണൈസ് ചെയ്ത് അതറൈസ് ചെയ്യുന്നത് ആദ്യം ബൗദ്ധരെയാണ്. അവരെ കൊന്നു. ആ ബൗദ്ധർ ഇസ്ലാമിലേക്ക് കൂടുതൽ വന്നു. അപ്പോൾ അതുകൊണ്ട് അവരെയും മ്ലേച്ഛരായി കണ്ട് കൊല്ലുക തന്നെ. ശൂന്യരെന്നും ഹീനരെന്നും ദൈവനിഷേധികളെന്നും ഭൂതങ്ങളെന്നും, ഭൂതത്താന്മാർ എന്നാണ്, ഭൂതത്താൻ കെട്ട്, ഹീനയാനികളെന്ന് വിളിച്ച് രാക്ഷസീകരിച്ച് ശൂന്യരെന്നും ഹീനരെന്നും ദൈവനിഷേധികളെന്നും ഭൂതങ്ങളെന്നും. കാരണം ബുദ്ധിസത്തിലും ജൈനസത്തിലും ആജീവക ചിന്തയിലും ദൈവമില്ല, ആത്മാവില്ല, മറിച്ച് നീതി, ധമ്മം മാത്രമേ ഉള്ളൂ. ബുദ്ധിസത്തിൽ പ്രത്യേകിച്ചും ധമ്മം ആണ് പരമം. അപ്പം അതുകൊണ്ട് അവർ ദൈവനിഷേധികളാണ്. ദൈവനിഷേധികളെന്നും ഭൂതങ്ങളെന്നും മറ്റുമുള്ള പകവ്യവഹാരങ്ങൾ പറഞ്ഞു പരത്തി രാജാധികാരങ്ങളെ ഹോമയാഗ യജ്ഞാദി കൂടോത്രങ്ങളിലൂടെ, ബ്ലാക്ക് മാജിക് ആണല്ലോ ഇത്, കൂടോത്രങ്ങളിലൂടെ വേദേതിഹാസങ്ങൾ കാട്ടി വശത്താക്കി രാജസൈനിക പിന്തുണയോടുകൂടി ബൗദ്ധരെ വകവരുത്തുകയാണ് ബ്രാഹ്മണിസം ചെയ്തത്. പെരിയ പുരാണം മുതൽ നമ്മുടെ കേരളോൽപ്പത്തി വരെ അതിന് പാഠങ്ങളാണ്. അവർ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മളാരും അല്ല എഴുതിയിരിക്കുന്നത്. അവർ തന്നെ അതിന് വീമ്പ് പറയുകയാണ്. ഇത്ര ജൈന മുനിമാരെ, ആജീവകരെ, ബൗദ്ധരെ, ആ ഭിക്ഷുണിമാരെ ഞങ്ങൾ കഴിവേറ്റി അല്ലെങ്കിൽ റേപ്പ് ചെയ്ത് ദേവദാസികളാക്കി. കെ ജമുനാദാസിൻ്റെ പുസ്തകം തന്നെയുണ്ട് ബുദ്ധഭിക്ഷുണിമാരെ എന്ത് ചെയ്തു എന്നുള്ളത്. സഹോദരൻ്റെ പാട്ടുകൾ, കൊടുങ്ങല്ലൂർ ഭരണിയെക്കുറിച്ചുള്ള ഞാൻ പറയുന്നില്ല, രാജാവിന് പ്രത്യക്ഷപത്രം, റാണി സന്ദേശം, അലരിയുടെ മുമ്പിൽ, ഇങ്ങനെ 100 കണക്കിന് കവിതകൾ സഹോദരൻ എഴുതി, എഡിറ്റോറിയൽസ് എഴുതി, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വിളിച്ച് രാക്ഷസീകരിച്ച് ശൂന്യരെന്നും ഒക്കെ പറഞ്ഞ് ബൗദ്ധരെ വകവരുത്തുകയാണ് ബ്രാഹ്മണിസം ചെയ്തത്. ബാക്കിയുള്ളവരെ കുറേ പേരെ അതിലേക്ക് സ്വാംശീകരിച്ചു. അന്തരാള ജാതികളായി കുറേ പേരെ, വാര്യരെയും കർത്താക്കന്മാരെയൊക്കെ കഴിവേറ്റി, പൊതുവാൾമാരെയൊക്കെ കഴിവേറ്റി തന്നെ അവരെ വശത്താക്കിയെടുത്തു, അന്തരാള ജാതികളാക്കിയെടുത്തു. ജാതിക്ക് കീഴടങ്ങിയവരെ ശൂദ്രരായും, പിന്നെ പരിപൂർണ്ണ അടിമത്തം പ്രാപിച്ച് ലൈംഗിക കോളനിയായും സൈനിക സേവനം ചെയ്തു കൊടുത്തവരെയും ശൂദ്രരായും അന്തരാള സമുദായങ്ങളായും വർണ്ണാശ്രമധർമ്മത്തിനുള്ളിലാക്കി എടുത്തു, 4ാം വർണ്ണമായി ചേർത്തു. ഡോക്ടർ കെ സുഗതൻ, പി കെ ഗോപാലകൃഷ്ണൻ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ജാതിയില്ലാതെ പൗരോഹിത്യ ആൺകോയ്മയ്ക്ക് നിലനിൽപ്പില്ല. അതിനാൽ പടജനങ്ങളുമായുള്ള സഖ്യത്തിലൂടെ പൗരോഹിത്യ ആൺകോയ്മയായ ബ്രാഹ്മണിക ആൺകോയ്മ, ഉമാചക്രവർത്തിയുടെ ഒരു പരികൽപ്പനയാണ് ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി. കിരാതഹിംസയിലൂടെ ബുദ്ധ ജൈന വിഹാരങ്ങളെയും കാവുകളെയും പള്ളികളെയും സംഘാരാമങ്ങളായിരുന്നു. അശോകൻ കന്യകാവുകൾ, കന്യാസ്ത്രീകൾ പോറ്റി വളർത്തിയ സംഘ ആരാമങ്ങളായിരുന്നു ചങ്ങരങ്ങൾ അഥവാ കാവുകൾ. ആ കാവുകളെയും പള്ളികളെയും പെരുമ്പള്ളികളായിരുന്നു. ഈ കൊടുങ്ങല്ലൂരാകട്ടെ, ശബരിമലയാകട്ടെ, തിരുപ്പതി ആകട്ടെ, ഇതൊക്കെ തന്നെ പിടിച്ചെടുത്ത് ജാതിയും തീണ്ടലും നടപ്പാക്കുന്ന ഹിന്ദു ക്ഷേത്രങ്ങളാക്കി മാറ്റി മധ്യകാലാരംഭത്തോടെ മനുസ്മൃതിയുടെ വാഴ്ച ഉറപ്പുവരുത്തി. ഇനി ഈ ജാതിയുടെ, എനിക്ക് തോന്നുന്നത് അതിൻ്റെ വംശാവലികളെക്കുറിച്ചും അതിൻ്റെ വർത്തമാനത്തെക്കുറിച്ചും ഒക്കെയുള്ള സംഘകാല ചരിത്രവും കൂടി പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാക്കൂ. നമ്മുടെ ഐമ്പെരുങ്കാപ്യങ്ങൾ, സിലപ്പതികാരം, മണിമേഖലൈ അടക്കമുള്ള ബൗദ്ധവും ജൈനവുമായിട്ടുള്ള കൃതികൾ, അത് തിരുവള്ളുവരിലൂടെ എങ്ങനെ വികസിക്കുന്നു, ചിത്തപാരമ്പര്യം, അതാണ് നമുക്ക് അയ്യാ വൈകുണ്ഠരിലും തൈക്കാട് അയ്യാവിലും നാരായണ ഗുരുസ്വാമിയിലും ഒക്കെ കാണാൻ സാധിക്കുന്നത്. ആ സിദ്ധ പാരമ്പര്യത്തിൻ്റെയും കൂടി ഗുരുവിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി സെമിറ്റിക് മതങ്ങളോടുള്ള സാഹോദര്യത്തോടുകൂടി വളരെ വിപുലമായൊരു വിശ്വദർശനമായി മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഗുരുവാണ് ഈ ജാതി നിർണയവും ജാതി ലക്ഷണവും ഒക്കെ എഴുതിക്കൊണ്ട് ജാതിയുടെ ഒരു ചികിത്സയിലേക്ക് കടന്നത്. അപ്പോൾ സഹോദരൻ ജാതി ചികിത്സാ സംഗ്രഹം എന്ന ഒരു രചന തന്നെ നടത്തിയിട്ടുണ്ട്, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇതിൻ്റെ ഒരു വിമർശം, ഈ ഭീകരമായ കൊല്ലുന്ന ജാതിയുടെ വിമർശത്തിലൂടെ അല്ലാതെ യഥാർത്ഥത്തിൽ കേരള സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ജാതി വ്യവസ്ഥയുടെ സ്ഥാപനവുമായി നോക്കുമ്പോൾ ബുദ്ധിസത്തിൻ്റെ ചരിത്രവും വളരെ പ്രധാനമാണ്. കേരളത്തിൻ്റെ അശോകകാലം മുതലെങ്കിലുമുള്ള
നാഗരികമായ പ്രബുദ്ധ ചരിത്രമാണ് നമ്മുടെ പ്രാദേശിക ചരിത്രങ്ങൾ, നമ്മുടെ സ്ഥലനാമ ചരിത്രങ്ങൾ, നമ്മുടെ പേരുകൾ, വീട്ടുപേരുകളൊക്കെ തന്നെ ഭാഷയിലൊക്കെ കിടക്കുന്നത് അതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ അടിസ്ഥാന സഭ്യതയായ നാഗരികമായ ബുദ്ധിസത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ മതങ്ങളുടെയും നല്ല അംശങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് നാരായണ ഗുരു തന്നെ അവതരിപ്പിച്ച രീതിയിലുള്ള ഹിന്ദുത്വത്തെ പ്രത്യേകിച്ചും നിരാകരിക്കുന്ന, വർണ്ണാശ്രമത്തെയും ജാതിയെയും മാത്രമല്ല, ഹിന്ദുമതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ എന്നാണ് 24 അദ്ദേഹം ഈ ലോക മത പാർലമെൻറ്റ് നടത്തി. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള 14 തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു, സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ. രാമാദികളുടെ കാലത്തെങ്കിൽ ശൂദ്രാദികളുടെ ഗതി അവർക്ക് സന്യസിപ്പാൻ വകുപ്പില്ലല്ലോ. ഇപ്പോൾ ശംഭൂകൻ്റെ ഗതി സൂചിപ്പിച്ചു. കാരണം സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്ന് 14 തന്നെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് സന്യാസം തന്ന നമ്മുടെ ഗുരുക്കന്മാർ എന്ന് അദ്ദേഹം പറഞ്ഞത് പാശ്ചാത്യ ജ്ഞാനോദയ ചിന്തയും ആധുനികതയുമാണ്. ബ്രിട്ടീഷുകാർ എന്ന രൂപകത്തിലൂടെ അദ്ദേഹം. അതുപോലെ 24 അദ്ദേഹം പാൽപ്പായസം എന്ന രൂപകം പ്രയോഗിച്ചു. വൈക്കം പോരാട്ടത്തിൽ മനുഷ്യരെന്ന നിലയിൽ എവിടെ പ്രവേശനം നിഷേധിക്കുന്നു അവിടെയെല്ലാം കടന്നു കയറണം. വേലി കെട്ടിയാൽ, ബാരിക്കേഡ് വെച്ചാൽ അതിന് മുകളിലൂടെ കടന്നു കയറണം. അതിനടി കൊള്ളേണ്ടി വരും, അതിന് ചാകാനും മടിക്കരുത്. പക്ഷേ അകത്ത് കയറി മൂടി വച്ചിരിക്കുന്ന പാൽപ്പായസം എടുത്ത് യഥേഷ്ടം കുടിക്കണം. എന്താണത്? രാഷ്ട്രീയ പ്രാതിനിധ്യ അവകാശം, ജന്മാവകാശമാണത്. ഫണ്ടമെൻ്റൽ റൈറ്റിലാണ് ബാബാ സാഹേബ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1516 ആർട്ടിക്കിൾസിൽ ചാപ്റ്റർ 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ്. അപ്പോൾ അംബേദ്കറെ പോലും പ്രചോദിപ്പിച്ച പോരാട്ടം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രമുഖമായ ഒരു ജാതി വിരുദ്ധ മനുഷ്യാവകാശ സഞ്ചാര സ്വാതന്ത്ര്യ പോരാട്ടമാണ് ആധുനിക കാലത്ത് വൈക്കം പോരാട്ടം. അവിടെ വച്ചാണ് ഗുരു ഈ പ്രാതിനിധ്യ സന്ദേശം കൊടുത്തത്. 25 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്ഥാപനം നടന്നപ്പോൾ അദ്ദേഹം വീണ്ടും 14 മുതൽ അദ്ദേഹം ഈ ഹിന്ദുത്വത്തെ നിരാകരിച്ചു. സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലേ ഹിന്ദുക്കൾ എന്ന് ചോദിച്ചു. രാമരാജ്യത്തിലെ ശംഭൂകന്മാരുടെ ശൂദ്രാദികളുടെ ഗതിയെക്കുറിച്ച് അദ്ദേഹം വാണിംഗ് കൊടുത്തു. മാത്രമല്ല 25 RSS സ്ഥാപിച്ചതിന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹിന്ദുമതം എന്നൊരു മതം തന്നെ ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ഹിന്ദുമതത്തെ മാത്രമല്ല 24 ആലുവയിൽ നടന്ന ലോക മത പാർലമെൻറ്റിൽ അതിൽ ഇസ്ലാം ഉണ്ടായിരുന്നു, ക്രൈസ്തവതയുണ്ടായിരുന്നു, ജൂതമുണ്ടായിരുന്നു, ആര്യ ബ്രഹ്മ സമാജങ്ങൾ, ബുദ്ധമതം പോലും ഉണ്ടായിരുന്നു. മഞ്ചേരി ആനന്ദ മൈത്രേയനായ മഞ്ചേരി രാമയ്യർ തന്നെയാണ് ബുദ്ധമതത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടെ സംസാരിച്ചത്. പക്ഷേ ഏറ്റവും പ്രസക്തമായ ചരിത്ര വസ്തുത എന്താണ്? ഹിന്ദുമതത്തെ പ്രതിനിധീകരിച്ച് അതിനകത്ത് സംസാരിക്കാൻ ആളില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഈ ഹിന്ദു നിരാശം, ഹിന്ദു മതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിഷേധവും തിരസ്കാരവും ചരിത്ര വിമർശവും അദ്ദേഹത്തിൻ്റെ 88 പ്രതിഷ്ഠ മുതൽ അദ്ദേഹത്തിൻ്റെ മഹാപരിനിർവാണമായ 28 വരെ തുടർന്ന് 27 പള്ളാത്തുരുത്തി സന്ദേശമടക്കം അദ്ദേഹം ഈ ഹിന്ദു മതത്തെ നിരാകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റെല്ലാ മതങ്ങളുടെയും നന്മകളെ സ്വീകരിച്ചുകൊണ്ട് സാഹോദര്യം, സമഭാവന, സമുദയവാദം, ബുദ്ധൻ്റെ സമുദയവാദത്തിൽ നിന്നാണ് ആ സമുദായവും സാഹോദര്യവും പരികൽപ്പനകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ വലിയ വിപുലമായിട്ടുള്ള നമ്മുടെ ആ മതേതര മാനവിക ചിന്തയെ കൂടി ഊന്നിക്കൊണ്ട് കേരളത്തിൻ്റേതായിട്ടുള്ള ഒരു പ്രതിരോധം അടിയന്തിരമായി ബഹുജനങ്ങൾ ഇക്കാര്യത്തിൽ തുറക്കണം എന്ന ഒരു എളിയ അപേക്ഷ മാത്രം നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഇതിനവസരം ഒരുക്കിയ ജോൺ ഓച്ചന്തുരുത്ത് അക്കാദമി ഓഫ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്ക സഭയുടെ വിശിഷ്ട അഭിവന്ദ്യരായ പുരോഹിതരും അതിൻ്റെ പ്രവർത്തകരും ചുമതലക്കാരും ബഹുജനങ്ങളും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ സ്നേഹവന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തൽക്കാലം ചുരുക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കുവാൻ വേണ്ടി നാം കാതോർത്തിരിക്കുന്നു. നന്ദി.